അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരുമിച്ച് കൂടലും ഇതിനു വേണ്ടിയുള്ള സാമ്പത്തിക ശാരീരികമായ എല്ലാവിധ പ്രവർത്തനങ്ങളും നമുക്ക് നമ്മുടെ കുടുംബസമേതം സ്വർഗത്തിൽ വെച്ച് കൺകുളർക്കെ കണ്ട് ആനന്ദിക്കത്തക്ക അമലായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ മഹത്തായ SYSന് വേണ്ടിയും ഈ വാളിന് വേണ്ടിയും പ്രത്യേകിച്ച് ഇവിടെ നടക്കുന്ന സംഭാവനകൾ, മുതഅല്ലിമുകൾക്കുള്ള സഹായങ്ങൾ, രോഗികൾക്കുള്ള സഹായങ്ങൾ തുടങ്ങി ഏതെല്ലാം മേഖലയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗത്തുള്ള ആളുകൾ ഇതിലേക്ക് സംഭാവന അർപ്പിച്ച സഹോദരന്മാരുണ്ടോ, ഈ കൊപ്പം അങ്ങാടിയിൽ ഉള്ള ബിസിനസ്സുകാരിൽ ഇതിൽ സഹകരിക്കുന്ന ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാം അല്ലാഹു അർഹമായ പ്രതിഫലവും പുരോഗതിയും ദുനിയാവിലും അതിലുപരി ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇവിടെ ജീവിക്കുമ്പോൾ കുടുംബബന്ധമില്ലാത്ത ഒരു ജീവിതം ഇല്ലല്ലോ. മനുഷ്യൻ സാമൂഹിക ജീവിയായതുകൊണ്ട് അവൻ സമൂഹമായി ജീവിക്കേണ്ടവനായതുകൊണ്ട് എല്ലാ തലത്തിലുള്ള ബന്ധങ്ങളും കുടുംബങ്ങളും അല്ലാത്തവരുമായ ബന്ധങ്ങളോട് കൂടി ജീവിക്കുന്നവനാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ബന്ധമാണ് ഭാര്യ, മാതാപിതാക്കൾ, സന്താനങ്ങൾ. നമ്മളെല്ലാവരും ആ ഒരു ബന്ധം മുറിഞ്ഞു പോകാതെ നിലനിർത്തിപ്പോരുന്നവരും കാത്തു സൂക്ഷിക്കുന്നവരുമാണ്. ഒഴിച്ചുകൂടാനാവാത്ത ബന്ധങ്ങളാണ് ഇത്. ഈ റമളാൻ വന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു, സിറാജ് പത്രത്തിൽ ഒരു റിപ്പോർട്ട് വായിച്ചു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്നത് കുടുംബകലഹത്തിന്റെ പേരിലാണ്. 100% ആത്മഹത്യകളിൽ 80% ആത്മഹത്യകൾ നടക്കുന്നത് 80% ആത്മഹത്യകളും നടക്കുന്നത് കുടുംബകലഹത്തിന്റെ പേരിലാണ്. അതിനു മുൻപ് മലയാള മനോരമ പ്രസിദ്ധീകരിക്കുന്ന ഒരു പ്രസിദ്ധീകരണത്തിൽ വായിക്കാൻ സാധിച്ച മറ്റൊരു സങ്കടകരമായ റിപ്പോർട്ട്, ഒരു മനുഷ്യൻ നല്ല ഒരു വീട് വെച്ച് ആ വീട്ടിന്റെ പരിസരങ്ങളിലൊക്കെ നല്ല ചെടികൾ വളർത്തുകയാണ്. നല്ല വിവിധ തരം പൂക്കൾ വിരിയുന്ന വിലപിടിപ്പുള്ള ചെടികൾ കൊണ്ടുവന്ന് നട്ടു വളർത്തിയിട്ട് ആ ചെടികൾ വളരുന്നില്ല. ദിവസങ്ങളോളം അയാൾ അതിന് വളവും വെള്ളവും കൊടുത്ത് പരിചരിച്ചിട്ടും ഒരൊറ്റ പൂവ് പോലും അതിൽ വിരിയുന്നില്ല. ഇയാൾ വിഷമിച്ചിങ്ങനെ ആ ചെടിയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ഒരാൾ വന്നിട്ട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചു നിൽക്കുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ചെടികളോട് ഇഷ്ടമുള്ള ഒരാളാണ്. ഈ വീട് വെച്ച അന്ന് മുതൽ ചെടികൾ വളർത്താൻ തുടങ്ങിയതാണ്. ഒരൊറ്റ പൂവും ഇതിൽ വളരുന്നില്ല, വിരിയുന്നില്ല. അതെന്താ, നിങ്ങൾ അതിന് വളം കൊടുത്തില്ലേ? വളവും വെള്ളവും ഒക്കെ കൊടുത്തു, വേണ്ട പരിചരണങ്ങളെല്ലാം നൽകി, പക്ഷേ ചെടികൾ പൂ വിരിയുന്നില്ല. ഞാനൊരു വളം കൊണ്ടുവന്ന് തരാം, അതങ്ങ് ഇട്ട് കൊടുക്കാമോ? ഓ, ഇട്ട് കൊടുക്കാം. ഈ മനുഷ്യൻ പോയി 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഒരു കുട്ടിച്ചാക്ക് പിടിച്ചിട്ട് കയറി വന്നിരുന്നു. ഈ വളം അങ്ങോട്ട് കൊടുത്തേക്ക്. അയാൾ ആ വളം ഇട്ട് കൊടുത്തു. ഒരാഴ്ച കൊണ്ട് ആ ചെടികൾ വളർന്ന് പന്തലിച്ച് സൗരഭ്യമുള്ള പൂക്കൾ വിരിയാൻ തുടങ്ങി. അത്ഭുതം. കൃഷിഭവനിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ചെടികൾക്ക് വളങ്ങളും കടയിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തിട്ടൊന്നും ഈ ചെടി വളരാത്തത് ഒരു കുട്ടിച്ചാക്കിലുള്ള ഒരു ചെറിയ വളം അതിങ്ങനെ ഓരോ നുള്ള് ആ ചെടികൾക്ക് ഇട്ടുകൊടുത്തപ്പോൾ നല്ല ഉഷാറായി തളച്ചു വളർന്നു.
പൂക്കൾ വിരിഞ്ഞു. എന്തായിരിക്കും റബ്ബേ ഈ വളം എന്ന് അയാൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ കൊണ്ടുവന്ന് തന്ന ആളെ ഒന്ന് കാണണം. അങ്ങനെ അയാൾ കണ്ടുപിടിച്ചു. അയാളോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ ചെടികളൊക്കെ ഇപ്പൊ വളരുന്നുണ്ടോ? ഓ, ചെടികളൊക്കെ വളരെ ഉഷാറായിടാ, നല്ല പൂക്കളൊക്കെ വിരിഞ്ഞു. എന്തായിരുന്നു ആ വളം? വളം അത് നിങ്ങൾ ആരോടും പറയരുത്, സ്വകാര്യമാക്കി വെക്കണം. മനുഷ്യ കുഞ്ഞുങ്ങളെ ഉണക്കിപ്പൊടിച്ച പൊടിയാണ് എന്ന് പറഞ്ഞു. എവിടെ? കേരളത്തിൽ, തമിഴ്നാട്ടിലല്ല, ഇന്ത്യക്ക് പുറത്തല്ല, അമേരിക്ക, ബ്രിട്ടൻ രാജ്യങ്ങളിലല്ല, കേരളത്തിൽ മനുഷ്യ കുഞ്ഞുങ്ങളെ ഉണക്കിപ്പൊടിച്ച പൊടിയാണ് എന്ന് പറഞ്ഞു. എടാ, എവിടെ നിന്നാണ് ഇത്രമാത്രം മനുഷ്യ കുഞ്ഞുങ്ങൾ കിട്ടുന്നത്? അതിനാണോ പ്രയാസം? കേരളത്തിന്റെ തെരുവീതികളിൽ നിന്ന് പെറുക്കിയെടുക്കുന്ന ജാരസന്താനങ്ങളുടെ കണക്ക് 900 ജാരസന്താനങ്ങൾ. ഇത് വർദ്ധിച്ചു വന്നപ്പോൾ ഇത് ഏതാണെന്നറിയും? പോലീസിന്റെ കണ്ണിൽ പെടാത്തത്. പോലീസിന്റെ കണ്ണിൽ പെട്ടാൽ ചവറ്റുകൂനകളിലും വഴിയോരങ്ങളിലും ഉപേക്ഷിക്കപ്പെടുന്ന നിരപരാധികളായ ചോര പൈതം മക്കളെ അവർ ആ കൂനകളിൽ കിടന്ന് കരയുന്നത് കേൾക്കുമ്പോൾ നടന്നു പോകുന്ന പോലീസുകാരന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവൻ എടുത്തുകൊണ്ടുപോയി വളർത്താനുള്ള വളർത്തു കേന്ദ്രങ്ങൾ കേരള ഗവൺമെന്റിന് കീഴിൽ ഉണ്ട്. അതിൽ പെടാത്തത് ഏതോ അന്യസംസ്ഥാനക്കാരോ മറ്റോ എടുത്തുകൊണ്ടുപോയി ഉണക്കി പൊടിച്ച് നമ്മുടെ വീട്ടിന്റെ മുമ്പിലുള്ള ചെടികൾക്ക് വളമായി വരുന്നു. ഇത് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തതാണ്. മനോരമ മാത്രമല്ല, മാതൃഭൂമിയും വിശാലമായ ഒരു തുടർ ലേഖനം ഇത് സംബന്ധമായിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പൊ ഈ പോലീസിന്റെ കയ്യിൽ പെടാത്തതാ ഈ കണക്ക്, അവരെ കയ്യിൽ പെടാത്തതാണ് ഈ വരുന്നത്. ഇതിന് കാരണം പറഞ്ഞിട്ടുണ്ട്. അവിടെയാ രസം. ഇത്രമാത്രം ജാരസന്താനങ്ങൾ ഈ രാജ്യത്ത് ഉണ്ടാവാൻ എന്താണ് കാരണം? മനോരമ, മാതൃഭൂമി ഇത് രണ്ടും മുത്തഫഖുൻ അലൈഹിയായി എഴുതിയ വിഷയം 3 കാരണങ്ങളാണ്. 3 കാരണങ്ങളാണ്. ഒന്ന്, മതബോധമില്ലാത്ത കുത്തഴിഞ്ഞ ജീവിതം. 2, കുടുംബ കലഹം. 3, മൊബൈൽ ഫോണിന്റെ ദുരുപയോഗം. ഇതാണ് മനോരമ, മാതൃഭൂമി എഴുതിയ കാരണം. ഒരു കാലഘട്ടത്തിൽ പാതിരാവാഴ നടത്തുന്ന ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, സമൂഹത്തിന് നേതൃത്വം കൊടുത്ത ആലിമീങ്ങളെ, ആത്മീയാചാര്യന്മാരെ കറുത്ത താടിയുടെയും കട്ടപിടിച്ച നിസ്കാരത്തഴമ്പിന്റെയും വാലുവച്ച തലപ്പാവിനും പിന്നിൽ ഈ സമൂഹത്തെ തളച്ചിട്ട കിരാതവർഗമെന്ന് എഴുതിയ പത്രം ഇപ്പോഴും എന്റെ കയ്യിൽ സ്റ്റോക്കുണ്ട്. പണ്ഡിതന്മാരെ കുതിരയാക്കിയതാണ്. കറുത്ത താടിയുടെയും തലപ്പാവിന്റെയും നിസ്കാരത്തഴമ്പിന്റെയും പിന്നിൽ ഈ സമൂഹത്തെ തളച്ചിട്ട വർഗമെന്ന് പണ്ഡിത സമൂഹത്തെ കളിയാക്കിയിട്ട് പാതിരാവാഴത്തിന് കുതിരയാക്കി ഇശാനസ്കാരം കഴിഞ്ഞ് സുബഹി വരെ വഅള് പറഞ്ഞു കൊടുത്ത് ഈ സമൂഹത്തെ സമുദ്ധരിച്ച പണ്ഡിതന്മാരുടെ വഅളിന്റെ ഫലമാണ് ഇന്ന് ഞാനും നിങ്ങളും ഈ വേദിയിൽ എത്തിപ്പെട്ടത് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ ഒരു സമൂഹം കഴിഞ്ഞ കാലത്ത് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ സമൂഹത്തിൽ നമ്മൾ വഅള് കേൾക്കാൻ വന്നത്. ആ സമൂഹത്തെ കുതിരയാക്കിയവർ ഇന്ന് എഴുതുന്നു, മതബോധമില്ലാത്ത കുത്തഴിഞ്ഞ ജീവിതമാണ് ഈ സമൂഹം ഇത്രയും അലങ്കോലപ്പെട്ടത്. അങ്ങനെ ഈ കുട്ടികളുടെ ശതമാനം വർദ്ധിച്ചപ്പോൾ, ജാരസന്താനങ്ങളുടെ ശതമാനം വർദ്ധിച്ചപ്പോൾ കേരള ഗവൺമെന്റ് മുൻകൈയെടുത്തുകൊണ്ട് ഇവിടെയുള്ള മറ്റു ചില സംഘടനകളും കൂടി സഹകരിച്ചു പ്രവർത്തിച്ച് സ്ഥാപിച്ചതാണ് അമ്മത്തൊട്ടിലുകൾ. എന്താണ് അമ്മത്തൊട്ടിലുകൾ? നിങ്ങൾ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വേണ്ടമെങ്കിൽ ചവറ്റുകൊട്ടയിൽ, റോഡ് സൈഡുകളിലുള്ള കൂനകളിൽ കൊണ്ടുപോയി പഞ്ചായത്ത്, കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും അടിച്ചുവാരി കൊണ്ടുവരുന്ന വേസ്റ്റുകൾക്കിടയിൽ കൊണ്ടുപോയി തള്ളേണ്ട. നിങ്ങൾക്ക് വേണ്ടയോ ഈ അമ്മത്തൊട്ടിലുകളിൽ നിക്ഷേപിച്ചാൽ മതി, ഞങ്ങൾ നോക്കിക്കോളാം. എന്നാലും ഈ പണി നിർത്തണ്ടാന്ന് ഞാനായിരുന്നു എഡിറ്ററെങ്കിൽ കൂടെ ചേർത്ത് കൊടുക്കും. അതല്ലേ ഇതിന്റെ മായന? ലിംനിൽ അതില്ലേ അതിന്റെ അർത്ഥം? ഉള്ളിൽ അങ്ങനെ അർത്ഥം വരുന്നില്ലേ? നിങ്ങൾ ഈ പണി നിർത്തൂ മക്കളെ എന്നല്ലേ പറയേണ്ടത്?
ഇപ്പൊ പറഞ്ഞതെന്താ? നിങ്ങൾക്ക് കുട്ടികളെ വേണ്ടാന്നുണ്ടെങ്കിൽ അതെന്താ? ഈ കുട്ടികള് പല സ്ത്രീ ഇതിൽ കൂടുതൽ ആരാന്നറിയോ? ഈ പ്രസവിക്കുന്ന കൂട്ടത്തിൽ കൂടുതലും കോളേജ് കുമാരികളാണ്, സ്കൂളിൽ പോകുന്ന കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളാണ്. ഗർഭം ധരിച്ചിട്ട് അറിയാതെ ഗർഭം പൂർത്തീകരിക്കുകയും അത് പ്രസവിക്കുകയും ചെയ്ത് ആ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ മറിയം ബീവി കുട്ടിനേറ്റ് വന്ന പോലെ ആവൂല. എവിടുന്നാടി ഇത് എന്ന് ചോദിച്ചാൽ കുട്ടിയോട് ചോദിച്ചോ, ആ കുട്ടി പറയുമെന്ന മറുപടി പറയാൻ പറ്റില്ല. ഇത് തന്തജാത പറഞ്ഞതാണ്, പ്രത്യേകിച്ചും പറയില്ല. ഈസാ നബി പറഞ്ഞല്ലോ, മറിയം ബീവി കൊണ്ടു ചെന്നപ്പോ മറിയം ബീവിനോട് ചോദിച്ചു എവിടുന്നേ കുട്ടിനെ കിട്ടിയത്? അപ്പൊ മറിയം ബീവി എന്ത് പറഞ്ഞു? ഫഅശാറത്ത് ഇലൈഹി, ആ കുട്ടിയിലേക്ക് ചൂണ്ടിക്കാണിച്ചു. എന്തേ മറിയം ബീവി ആ കുട്ടിയിലേക്ക് ചൂണ്ടിക്കാണിക്കാൻ? ഒരു ബുദ്ധിയുള്ളുമ്മ പണി ചെയ്യോ? ബുദ്ധിയുള്ളൊരു ഉമ്മ പണി ചെയ്യോ? ഇപ്പൊ പ്രസവിച്ചൊരു കുട്ടിനോട് ചോദിച്ചോന്ന് പറയാനൊരു കാരണം ഉണ്ടാവുമല്ലോ, ഒരനുഭവം ഉണ്ടാവണ്ടേ? ഉണ്ട്. മറിയം ബീവി ഗർഭം ധരിച്ച സമയത്ത് പറഞ്ഞല്ലോ, فناداها من تحتها ألا تحزني قد جعل ربك تحتك سريا وهزي إليك بجذع النخلة تساقط عليك رطبا جنيا. ആ ഗർഭത്തിൽ ഈ കുട്ടി ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് ഫനാദാഹ, മറിയം ബീവിയെ വിളിച്ചു, മിൻ തഹതിഹാ അല്ലാ തഹ്സനി ഖദ് ജഅല റബ്ബുക തഹതക സരിയാ, നീ വിഷമിക്കണ്ട, ഈ തലപ്പഴുത്ത് ഉണങ്ങി മുറിഞ്ഞു പോയ ഈന്തപ്പന മരം പിടിച്ചു കുലുക്കിക്കോ, അതിൽ നിന്ന് നിനക്ക് ഈത്തപ്പഴം കിട്ടുന്നത് ഭക്ഷിച്ചോ, ആ പുഴയിലിറങ്ങി വെള്ളം കുടിച്ചോ എന്ന നിർദ്ദേശങ്ങൾ, ഒരുപാട് നിർദ്ദേശങ്ങൾ ആ ആയത്തുകളിൽ തുടർന്നും പറഞ്ഞിട്ടുണ്ട്. ആരാണ് ഈ നിർദ്ദേശം കൊടുത്തത്? ഈ നിർദ്ദേശം കൊടുത്തത് ആരാ? ഫനാദാഹ, മറിയം ബീവിയെ വിളിച്ചു. ആര് വിളിച്ചു? മുതഅല്ലിമീങ്ങൾക്കറിയാം, ഇത് മഅറൂഫായ ഫീലാകുമ്പോ ഫായിലേതാന്ന് അറിയണ്ടേ. ആരാ വിളിച്ചത്? അതേ വിളിച്ചത് മിൻ തഹതിഹാ, മറിയം ബീവിയുടെ വയറ്റിന്റെ ഉള്ളിൽ കിടക്കുന്ന കുട്ടിയാ വിളിച്ചത്. അവിടെ വേറെ ഒരു ഖിറാഅത്തുണ്ട്, ഫനാദാഹാ മൻ തഹതഹാ എന്ന ഒരു ഖിറാഅത്ത് അവിടെ ഉണ്ട്. പക്ഷേ നമ്മളൊക്കെ ഓതുന്നത് ഫനാദാഹാ മിൻ തഹതിഹാ എന്നാണ്. മൻ തഹതഹാ എന്ന ഖിറാഅത്ത് പ്രകാരം ഈ അർത്ഥം വളരെ ശക്തിയാകുന്നു. ഇമാം റാസി പറഞ്ഞതാ. തഫ്സീറുൽ കബീർ പരിശോധിച്ചാൽ ഇമാം റാസി തങ്ങൾ പറയുന്നു, ഈ ഗർഭത്തിലിരിക്കുന്ന കുട്ടി പറയുന്നു, ഉമ്മാ വിഷമിക്കണ്ട, തലമുറിഞ്ഞ് ഉണങ്ങിപ്പോയ ഈന്തപ്പന മരം പിടിച്ചു കുലുക്കിയാൽ അതിൽ നിന്ന് പഴുത്ത് മൂപ്പെത്തിയ ഈത്തപ്പഴം കിട്ടും. വെള്ളം കുടിച്ചോ, വിഷമിക്കണ്ട എന്ന് ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞ് പറഞ്ഞ അനുഭവമുള്ളത് കൊണ്ടാണ് മറിയം ബീവി കുട്ടിയെയും കൊണ്ട് വീട്ടിലേക്ക് ചെന്നപ്പോ ഫഅശാറത്ത് ഇലൈഹി, ആ കുട്ടിയിലേക്ക് ചൂണ്ടിക്കാണിച്ചത്. അല്ലാതെ ഒരു ഉമ്മ പണി ചെയ്യോ? പ്രസവിച്ച് കുട്ടിയെയും കൊണ്ട് അങ്ങ് ചെല്ലുമ്പോ എവിടുന്നാടി എന്ന് ചോദിച്ചാൽ അത് അങ്ങനെ പല കറാമത്തും അത്ഭുതങ്ങളും ഒക്കെ കാണിച്ചിട്ടുണ്ട്. വേറെ വിഷയമാണ്, ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുകയല്ല. ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യാ എന്ന ആയത്തിന്റെ തഫ്സീറിൽ ഇമാം റാസി പറഞ്ഞത് കാണാം. യഹ്യാ നബിയുടെ ഉമ്മ യഹ്യാ നബിയെ ഗർഭം ധരിച്ച സമയത്താണ് മറിയം ബീവി ഈസാ നബിയെയും ഗർഭം ധരിച്ചത്. ഈ രണ്ട് ഗർഭിണികൾ നിന്നിട്ട് യഹ്യാ നബിയുടെ ഉമ്മ അപ്പുറത്തും ഈസാ നബിയുടെ ഉമ്മ ഇപ്പുറത്തും രണ്ടുപേരും കൂടി നിന്ന് സംസാരിക്കുമ്പോ യഹ്യാ നബിയുടെ ഉമ്മ പറയുന്നു മറിയം ബീവിയോട്, മറിയമേ, നിന്റെ വയറ്റിൽ കിടക്കുന്ന കുട്ടി എന്റെ വയറ്റിൽ കിടക്കുന്ന കുട്ടിയോട് സംസാരിക്കുന്നത് ഞാൻ കേൾക്കുന്നു. തഫ്സീറുൽ കബീർ ഫഖ്റുദ്ദീൻ റാസി തങ്ങളുടെ തഫ്സീർ നോക്കൂ. ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യാ എന്ന ആയത്തിന്റെ തഫ്സീറിൽ കാണാം. കേട്ടോ, ഗർഭാശയത്തിൽ വെച്ച് സംസാരിക്കുക. എന്തിനു നിഷേധിക്കാൻ പോണതിന്? വിദേഹത്തുകാരൻ നിഷേധിക്കുകയാണ്. അവൻ വിചാരിക്കണത് ഭൂമിക്ക് വന്നാലേ വർത്താനം പറയാൻ കഴിയുള്ളൂ, അത് കുറെ കാലം കഴിഞ്ഞിട്ടേ പറയുള്ളൂ എന്നാ. വിഷയം തെറ്റിപ്പോകും, അല്ലെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അത്തരം വിഷയം. അപ്പോ ഈ മറിയം ബീവി
മറിയം ബീവി പറഞ്ഞു, യഹ്യാ നബിന്റെ ഉമ്മ പറയാണ്, ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുകയാണ്. ഇപ്പുറത്തേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോ ഈ കുട്ടികൾ തമ്മിൽ ഫേസ് ചെയ്ത് സംസാരിക്കുകയല്ലേ. ഗർഭാശയത്തിലിരിക്കുന്ന ഈ കുട്ടിയും യഹ്യാ നബിന്റെ ഉമ്മ എന്റെ ഗർഭത്തിലിരിക്കുന്ന യഹ്യാ നബി ആകാൻ പോകുന്ന കുട്ടിയും മറിയം ബീവി ആകിന്റെ ഉള്ളിൽ കിടക്കുന്ന ഈസാ നബി ആകുന്ന കുട്ടിയും ഗർഭാശയത്തിൽ വെച്ചിട്ട് ഊലമര് സംസാരിക്കുകയാണ്. അപ്പൊ അതിനിടയ്ക്ക് വർത്താനം പറഞ്ഞിട്ട് ഇങ്ങനെ തിരിയുമ്പോ ഇപ്പുറത്തേക്ക് തിരിഞ്ഞു നിന്നാൽ വയറ്റിൽ കിടക്കുന്ന ഈ കുട്ടി തിരിയുന്നു ഈസാ നബിയോട് നേരെയാകാൻ വേണ്ടിയിട്ട്. ഇത്രത്തോളം ആശയവിനിമയം. അതൊന്നും അത്ഭുതം ഇവിടെ നടക്കില്ല. എവിടുന്നാണ് ഇതിനെ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞാൽ മറുപടിയില്ല. അപ്പൊ എന്ത് ചെയ്യും? വഴിയിൽ വലിച്ചെറിഞ്ഞിട്ട് ആ കുട്ടികളെ നിങ്ങൾ അങ്ങനെ ഉപേക്ഷിക്കണ്ട, അത് ആരെങ്കിലും കൊണ്ടുപോയിട്ട് ഉണക്കി പൊടിച്ചു കളയും, അതുകൊണ്ട് ആ കുട്ടികൾ വളരട്ടെ. അമ്മത്തൊട്ടിലുകൾ സ്ഥാപിച്ചു, ഇവന്മാർക്ക് കൊണ്ടുപോയി ഇടാൻ സൗകര്യം ചെയ്തു കൊടുത്തു ഗവൺമെന്റ്. ഇവിടുത്തെ സാമൂഹിക സംഘടനകളും കൂടിയിട്ടുണ്ടാക്കിയതാണ് അമ്മത്തൊട്ടിലുകൾ. എന്താണ് ഇതിൽ പറഞ്ഞ കാരണം? 3 കാരണങ്ങൾ പറഞ്ഞു. 1, മതബോധമില്ലാത്ത കുത്തഴിഞ്ഞ ജീവിതം. 2, കുടുംബകലഹം. 3, മൊബൈൽ ഫോണിന്റെ ദുരുപയോഗം. 3ഉം കറക്റ്റാണ്. അത് 3ഉം കറക്റ്റാണ്. ഇതിൽ രണ്ടാമത് പറഞ്ഞ വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. 3ഉം ചർച്ചക്കെടുക്കേണ്ട വിഷയമാണ്. ഇവിടുത്തെ 3 ദിവസത്തെ വാദന അത് 3ഉം വെച്ചാൽ എവിടെ എത്തൂല. അതിന് മാത്രം വിഷയം പറയാനുണ്ട്. ഇവിടുത്തെ പത്രങ്ങൾ എഴുതി മക്കൾ പരിധിക്ക് പുറത്താണ്. ഒരു ലേഖനത്തിന്റെ ഹെഡിങ് ആണ്. അതിൽ തന്നെ ഒരു ബറാഅത്തുൽ ഇസ്തിലാലില്ലേ, മക്കൾ പരിധിക്ക് പുറത്താണ് എന്ന് പറഞ്ഞത് മൊബൈലിനെ പറ്റിയാ. മൊബൈലിൽ എപ്പോ വിളിച്ചാലും പരിധിക്ക് പുറത്ത് എന്നൊരു പദം ഉപയോഗിക്കുമല്ലോ. അപ്പൊ അത് വെച്ചിട്ടാ പറഞ്ഞത് മക്കൾ പരിധിക്ക് പുറത്താണ്. മൊബൈൽ ഫോൺ കൊണ്ട് വരുത്തി വെക്കുന്ന ദുരന്തം നല്ലവണ്ണം ശ്രദ്ധിച്ചോ മാതാപിതാക്കൾ. അതിനാ പറയുന്നത്, ഭാര്യ ഭർത്താക്കന്മാര് മാതാപിതാക്കൾ ബെഡ്റൂമിലേക്ക് പ്രവേശിച്ചാൽ രാത്രി സമയത്ത് വാതിലൊക്കെ അടച്ച് മക്കളൊക്കെ കടന്നുറങ്ങി മാതാപിതാക്കൾ ഭാര്യ ഭർത്താക്കന്മാർ ബെഡ്റൂമിലേക്ക് പ്രവേശിച്ചാൽ അതിന്റെ ഉള്ളിൽ അവർ ചെയ്തു കൂട്ടുന്ന ചില ഖവാരിഖുല്ലാദാത്തുകളില്ലേ, അതെല്ലാം കൂടി മക്കൾ എന്ത് ചെയ്തു? ഈ ഡോറിന്റെ ചാവിയിടുന്ന പഴുതിൽ ലെൻസ് കൊണ്ടുപോയി വെച്ചിട്ട് അതങ്ങ് പകർത്തിയെടുത്തു. ഈ ഖവാരിഖുല്ലാദത്തെല്ലാം പിറ്റേന്ന് മൊബൈൽ നെറ്റിലേക്ക് അങ്ങ് കൊടുത്തു. മൊബൈലൊക്കെ നെറ്റ് സൗകര്യമില്ലേ, അത് അപ്പൊ തന്നെ നെറ്റിലേക്കാണ് കൊടുത്തത്. ഇത് നെറ്റിൽ മിനിറ്റുകൾക്കകം ഈ ഉമ്മയും ബാപ്പയും ചെയ്യുന്ന പ്രവർത്തികൾ മുഴുവനും ബെഡ്റൂമിൽ നിന്ന് പകർത്തിയെടുത്തിട്ട് നെറ്റിലേക്ക് കൊടുത്തു. അവന്റെ മൊബൈലിൽ നെറ്റുണ്ടായിരുന്നു, അത് നെറ്റിലേക്ക് കൊടുത്തു. ലോകം മുഴുവനും ഇപ്പോഴും അത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ വാർത്ത അറിഞ്ഞ ഉമ്മ ഉടനെ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ഈ കുട്ടി എത്രാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാ? സ്കൂളിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാ. എത്രയായിട്ടുണ്ടാവും ആ കുട്ടിക്ക് പ്രായം? 9 വയസ്സ്. 9 വയസ്സ് പ്രായം. അടിക്കാൻ പ്രായമായിട്ടില്ല. അടിക്കണമെങ്കിൽ 10 വയസ്സാവണം അല്ലേ? 10 വയസ്സ് മുതൽക്കല്ലേ അടി തുടങ്ങല്. 7 വയസ്സ് മുതൽ 10 വയസ്സ് വരെ ഉപദേശിക്കല്ലേ. 10 വയസ്സ് മുതൽക്കുള്ള അടി തുടങ്ങുക. 10 വയസ്സിന് മുമ്പ് അടിക്കാവോ? അടിച്ചൂടാ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ശറഅ് നമ്മളോട് അടിക്കാൻ കൽപ്പിച്ചത് എവിടെ മുതൽക്കാ? 10 വയസ്സ് മുതൽക്കാണ്. ഈ കുട്ടി പണി ചെയ്തതിന് തല്ലാൻ പറ്റുമോ? തല്ലണ്ട പ്രായം എത്തിയിട്ടുണ്ടോ? ആ കാലഘട്ടത്തിൽ ഈ കുഞ്ഞ് ചെയ്ത പണി കണ്ടോ? എന്തേ? ബാപ്പ വാങ്ങിക്കൊടുത്ത മൊബൈല്. ഈ കുടുംബം ശിഥിലമായത് കണ്ടില്ലേ? കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ മാതൃഭൂമി ദിനപത്രത്തിൽ ഒരു റിപ്പോർട്ട് വന്നു. അതും ഒരു തുടർ ലേഖനമാണ്. എല്ലാ പത്രങ്ങളും ഞാൻ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. വെറുതെ 1978 ഞാൻ ജാമിഅ നൂരിയയിൽ പഠിക്കുന്ന കാലമാണ്. അന്ന് പത്രത്തിലൊക്കെ അങ്ങനെ വരുന്ന മലയാള മനോരമന്റെ അവസാന പേജിൽ കൗതുക വാർത്തകൾ എന്ന് പറഞ്ഞൊരു പ്രത്യേക കോളം ഉണ്ടായിരുന്നു. ആ കോളത്തിൽ കാണാം കൗതുക വാർത്തകൾ. അതിൽ ഒരു റിപ്പോർട്ട് വന്നു. ഞാൻ വെട്ടി സൂക്ഷിച്ചു വെച്ചു. എന്ത്? പരീക്ഷാ ഹാളിൽ പ്രസവം. അതാ ഹെഡിങ്. പരീക്ഷാ ഹാളിൽ പ്രസവം. SLC പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ആ പരീക്ഷാ ഹാളിൽ പ്രസവിച്ചു. അവിഹിത മാർഗത്തിൽ ഗർഭം ധരിച്ച കുട്ടി പരീക്ഷ എഴുതുമ്പോ പെറ്റു. പത്രക്കാർക്ക് ഇത് വലിയ കൗതുകം തോന്നി. അവർ കൊടുത്തു വായിച്ച എനിക്കും കൗതുകം തോന്നി. ഞാനത് വെട്ടി എന്റെ ഫയലിൽ സൂക്ഷിച്ചു. 2 വർഷം മുമ്പ് ഞാൻ താമസിക്കുന്നതിനടുത്തുള്ള പ്രസിദ്ധമായ കുളത്തൂർ ഇർഷാദിയ സ്ഥാപനത്തിൽ കുട്ടികൾ ഒരു എക്സിബിഷൻ നടത്തിയപ്പോ എന്നോട് വന്നിട്ട് ഈ പത്ര കട്ടിങ്സുകൾ ഉണ്ട് എന്ന് അറിയാം. അവർ വന്നിട്ട് ചോദിച്ചു, രസമുള്ള പേപ്പർ കട്ടിംഗ് ഒക്കെ തരും, ഞങ്ങൾ ആൾക്കാർ വരുമ്പോ പ്രദർശിപ്പിച്ചു വെക്കാനാണ്.
ഞാൻ ഇതിങ്ങനെ എടുത്ത് പരതിയപ്പോ ഈ കഷ്ണം കണ്ടു. ഞാനതെടുത്ത് വലിച്ചു. എന്തേ? അതൊരു കൗതുക വാർത്തയാണോ? ഇതൊരു കൗതുക വാർത്തയാണോ? ഇന്ന് 10-30 കൊല്ലം മുമ്പ് കൗതുക വാർത്തയായി പത്രക്കാരൻ കൗതുക വാർത്തകൾ എന്ന കോളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ട് വായിച്ച് എനിക്ക് കൗതുകം തോന്നിയെങ്കിൽ ഞാനത് വെട്ടി സൂക്ഷിച്ചപ്പോ ഒരു 25 കൊല്ലം കഴിഞ്ഞപ്പോ ഇത് സാർവത്രികമായി മാറി. ഇവിടെ അത് കൗതുക വാർത്ത അല്ലപ്പോ. എങ്കിൽ ഞാൻ ഇതുവരെ പറഞ്ഞ ഈ മാതൃഭൂമിയുടെയും മനോരമയുടെയും റിപ്പോർട്ട് ഇപ്പോൾ എന്റെ ഫയലിലുണ്ടെങ്കിൽ അത് എത്ര കാലം സൂക്ഷിക്കേണ്ടി വരും? ഇത് സാർവത്രികമായി മാറില്ലേ? ഇവിടെ ഇതൊരു കൗതുക വാർത്തയായിരിക്കുമോ അടുത്ത തലമുറക്ക്? അപ്പോൾ ഈ ലോകം എങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു? മാതൃഭൂമിയിലൊരു ലേഖനം പ്രസിദ്ധീകരിച്ചു. വേർപിരിയാനോ മലയാളിക്ക് കുടുംബ ബന്ധം. അതാണ് ഹെഡിങ്. ഇത് മാതൃഭൂമിയുടെ തുടർ ലേഖനമാണ്. ഒരാഴ്ച നീണ്ടു നിന്ന ലേഖനമാണ്. വേർപിരിയാനോ മലയാളിക്ക് കുടുംബ ബന്ധം. അതായത് മലയാളികൾ, കേരളക്കാർ കല്യാണം നടത്തിയാൽ അത് വേർപിരിയലാ പതിവ് കൂടുതലും. അത് കേൾക്കുമ്പോൾ നിങ്ങൾ മുസ്ലിമീങ്ങളിലാണ് എന്ന് മനസ്സിലാക്കുകയും വേണ്ട, തെറ്റിദ്ധരിക്കണ്ട. അതിലേറ്റവും ഒരു ദിവസം 37 തലാത്ത് ദിവസം നടന്നുകൊണ്ടിരിക്കുന്നു. അതിലേറ്റവും കൂടുതൽ നടക്കുന്നത് എവിടെയെന്നറിയോ? സാക്ഷരതയെ കുറിച്ച് കേരള ഗവൺമെന്റ് ചിന്തിക്കുന്നതിന് മുൻപ് ഈ രാജ്യത്തുള്ള ജനങ്ങൾക്ക് അക്ഷരം പഠിപ്പിക്കാൻ കബർക്ക് കാല് നീട്ടിയിരിക്കണം, കുയ്യക്ക് കാല് നീട്ടിയിരിക്കണം, താടിയും തലയും നരച്ച വെള്ളിക്കമ്പി പോലെ പ്രകാശിക്കുന്ന തലമുടിയുള്ള ഉമ്മമാരും ബാപ്പാനൊക്കെ പിടിച്ചു കൊണ്ടുപോയിട്ട് മലയാളം പഠിപ്പിക്കുകയാണ്. എന്നിട്ട് കേരളം സാക്ഷര ജില്ലയാണെന്ന് അഭിമാനിക്കുകയാണ്. ഇത് കേരളം സാക്ഷരതയെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുൻപ് എറണാകുളത്തുള്ള ബുദ്ധിരാക്ഷസന്മാരായ ചില അഭ്യസ്ത വിദ്യരുടെ തലയിൽ നിന്നാ ഇത് ഉദിച്ചത്. ഏറ്റവും കുറവ് വയനാട് ജില്ല, കോഴിക്കോട് ജില്ല, മലപ്പുറം ജില്ല. ഇത് പത്രങ്ങൾ മാതൃഭൂമി എഴുതിയതാണ്, നിക്കക്കള്ളില്ലാത്തോണ്ട് എഴുതിയതാണ്. ഏറ്റവും കുറവ് മുസ്ലിം സമൂഹത്തിലാണെന്നും മാതൃഭൂമി എഴുതി. അവിടെയാ തക്ബീർ വേണ്ടത്. ഏറ്റവും കുറവ്. നിങ്ങൾ ചിന്തിക്കണം, ഇസ്ലാമിക ശരീഅത്ത് കെട്ടലും തീർക്കലും എന്ന് പറഞ്ഞ് പരിഹസിച്ചവരെ നിങ്ങൾ തന്നെ എഴുതൂ ഏറ്റവും കുറവ് ഇസ്ലാമിലാണെന്ന്. അത് വായിക്കുന്നതിലും പറയുന്നതിലും ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ആ റിപ്പോർട്ട് വായിക്കുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. നിങ്ങളിത് കുടുങ്ങിയിട്ട് എഴുതിയതല്ലേ? ഒരു നിലക്കും മറച്ചു വെക്കാൻ കഴിയാത്ത നഗ്ന സത്യമായതുകൊണ്ട് എഴുതിപ്പോയതല്ലേ നിങ്ങളിത്? ഇത് കഴിഞ്ഞ കൊല്ലത്തെ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തതാണ്. ഏറ്റവും മുസ്ലിം മെജോറിറ്റി പ്രദേശങ്ങളാണ് വയനാട്, കോഴിക്കോട്, മലപ്പുറം. അവിടെയാ കുറവ്. ഏറ്റവും കൂടുതലുള്ളതോ എറണാകുളം, കൊല്ലം, തിരുവനന്തപുരം, വഴിക്ക് വഴി, അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ പറയും അത് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കേരളത്തിൽ 3 സർവകലാശാലയാണ്. കേരള യൂണിവേഴ്സിറ്റി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. കേരളത്തിൽ 3 യൂണിവേഴ്സിറ്റിയാണ് അക്കാലഘട്ടത്തിൽ കേരളത്തിലുള്ളത്. എങ്കിൽ ഇന്ന് കേരളത്തിൽ 14 സർവകലാശാലയുണ്ട്, 14 യൂണിവേഴ്സിറ്റി. ഏറ്റവും വിദ്യാഭ്യാസപരമായി ഉയർന്നു നിൽക്കുന്നവർ ഞങ്ങളാണെന്ന് അഹങ്കരിക്കുന്നവരാണ്. അങ്ങോട്ട് പോയാൽ ആ എറണാകുളത്തുകാരാ ഏറ്റവും മുൻപന്തിയിലുള്ളത്. വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടല്ല, വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണെന്ന് പറയരുത്. വിദ്യാഭ്യാസം വർദ്ധിച്ച കാലഘട്ടത്തിലാണ് ഈ വിവാഹമോചനം പെരുത്തു വരുന്നത്. എന്തേ? പരിശുദ്ധ ഇസ്ലാമിന് ശരീഅത്ത് കെട്ടലും തീർക്കലും എന്ന് പരിഹസിച്ചവരെ പച്ച മലയാളത്തിൽ ഇവിടുത്തെ പത്രങ്ങൾ മാതൃഭൂമിയും മനോരമയും എഴുതിവിട്ടിട്ട് ഏറ്റവും കുറഞ്ഞ തലാഖിന്റെ എണ്ണം. കാവ്യാമാധവന്റെ കല്യാണം എന്തായി? ആർക്കോ വല്ല പ്രശ്നമുണ്ടോ? ഞമ്മക്കും പ്രശ്നമില്ല, അത് തകർന്നതിൽ സങ്കടമൊക്കെ ഉണ്ട്. പക്ഷേ എന്തേ നിങ്ങൾ കാണാതെ പോയി? സാനിയ മിർസന ആരോ എവിടെ നിന്ന് കെട്ടാൻ വന്നപ്പോ നമ്മൾ ഒന്നിനെയും അനുകൂലിച്ചും പ്രതികൂലിച്ചും പറയല്ല, ഉണ്ടായ വാക്യാഴ്ത്ത് ബയാൻ ചെയ്യാ എന്നല്ല, സംഭവിച്ചത് പറയാ എന്നല്ലാതെ അതിൽ കവിഞ്ഞ് നമുക്കൊന്നുമില്ല. അച്ചുനിരത്താൻ കയ്യിന്റെ മുട്ടും കൈ കൊണ്ട് എഴുതിയവര്, കൈ വിരൽ കൊണ്ടുമല്ല മുട്ടും കൈ കൊണ്ട് എഴുതിയവര് എവിടെ പോയി നിങ്ങൾ? മറ്റേ വിവാഹം തകർന്നപ്പോ എന്തേം ഉണ്ടാതിരുന്നത്? അത് ഇസ്ലാമിക ശരീഅത്താണെങ്കിൽ കെട്ടലും തീർക്കലും എന്നാണ് പരിഹസിക്കും അല്ലേ? ഇനി ഇവിടെ നമുക്ക് ചില സംഗതികൾ മുസ്ലിം സമൂഹത്തോട് പറയാനുണ്ട്. ഈ രാജ്യത്ത് നടക്കുന്ന കുടുംബ കലഹങ്ങളുടെ വർധനവ് കൊണ്ടാണ് ആത്മഹത്യ വർദ്ധിച്ചത്. ഈ റമദാൻ മാസം വന്നതിന് ശേഷമുള്ള സിറാജ് പത്രം റിപ്പോർട്ട് ചെയ്തു. ആത്മഹത്യ വർദ്ധിക്കുന്നത് കുടുംബ കലഹം വർദ്ധിച്ചത് കൊണ്ടാണ്. കുടുംബത്തിൽ കലഹങ്ങളാണ്, കുഴപ്പങ്ങളാണ്. ബാപ്പയും മകനും, ബാപ്പ ചിന്തിക്കുന്നു
എന്റെ മകന്റെ കരങ്ങളാൽ ഞാൻ എപ്പോഴാണ് വധിക്കപ്പെടുന്നത്? ഒരു ഭാര്യ ചിന്തിക്കുന്നു, എന്റെ ഭർത്താവിന്റെ കരങ്ങളാൽ ഞാൻ എപ്പോഴാണ് വധിക്കപ്പെടുക? ഈ അവസ്ഥയിലാണെന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടി ദിവസം മുമ്പ് സിറാജ് പത്രത്തിൽ ഒരു റിപ്പോർട്ട് വായിച്ചപ്പോഴേക്ക് ആ റിപ്പോർട്ട് മുഴുവനും വായിച്ചു തീർക്കാൻ കഴിഞ്ഞില്ല, കരയാതെ വായിക്കാൻ കഴിഞ്ഞില്ല. ഉച്ചക്ക് 12 മണിക്ക് നിക്കാഹ് കഴിഞ്ഞ ഒരു സഹോദരി ആ ഭർത്താവിന്റെ വീട്ടിൽ കടന്നു ചെന്നു. രാത്രി 10 മണിക്ക് തന്റെ ഭർത്താവിന്റെ ബെഡ്റൂമിലേക്ക് കടന്നു ചെല്ലുന്നു. ഈ പെൺകുട്ടിയെ കുറിച്ച് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. ഏത് പെണ്ണും നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ എവിടെന്നാണ് അവൾ വന്നത്? എന്റെയും നിങ്ങളുടെയും പെൺമക്കൾ ജീവിച്ചത് നമ്മുടെ അടുത്തല്ലേ? ഉപ്പാന്റെ അടുത്താ താമസിച്ചത്, ഉമ്മാന്റെ അടുത്താണ് കഴിഞ്ഞുകൂടിയത്. സുഭിക്ഷമായി സ്വതന്ത്രമായി കഴിഞ്ഞുകൂടിയ പെണ്ണാണ്. എപ്പോൾ വേണമെങ്കിലും അവൾക്ക് കിടന്നുറങ്ങാം, എന്തു വേണമെങ്കിലും എടുത്തു തിന്നാം. ഫ്രിഡ്ജ് തുറന്നു നോക്കുമ്പോൾ അതിൽ പല വിഭവങ്ങളുമുണ്ട്, സ്വീറ്റ്സുകളുണ്ട്, പല ജാതി സാധനങ്ങളുമുണ്ട്. അതെടുത്തുകൊണ്ട് തിന്നുന്നതിന് പ്രയാസമില്ല, തടസ്സമില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ അവള് പോയി കിടന്നുറങ്ങി. എന്തേ ഉറങ്ങിയത്? അവൾക്ക് വല്ല ക്ഷീണം ഉണ്ടാകും. ഉമ്മാക്ക് പരാതിയില്ല, ഉമ്മ വല്ലതും പറഞ്ഞാൽ അവൾക്കും പരാതിയില്ല. സർവതന്ത്ര സ്വതന്ത്രമായ ഒരു വീട്ടിലല്ലേ ഇത്രയും ദിവസം അവൾ കഴിച്ചു കൂട്ടിയത്? ഒന്ന് ഉമ്മയാണ്, ഒന്ന് വാപ്പയാണ്. ആ ഉമ്മാന്റെയും വാപ്പാന്റെയും വീട്ടിൽ സുരക്ഷിതമായി കഴിയുന്നു. ഇന്ന് ഉച്ചക്ക് 12 മണിക്ക് നിക്കാഹ് കഴിഞ്ഞ് അവൾ ഇറങ്ങിപ്പോകുമ്പോൾ എവിടെന്നാ പോകുന്നത്? ഉമ്മാന്റെ അടുത്ത് നിന്ന്, ഉപ്പാന്റെ അടുത്ത് നിന്നാണ് ഇറങ്ങുന്നത്. എങ്ങോട്ടാ പോകുന്നത്? ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, പരിചയപ്പെട്ടിട്ടില്ലാത്ത എത്രയോ ദൂരത്തുള്ള ഒരു കുടുംബത്തിലേക്കാണ്. ആ ഭർത്താവിന്റെ സ്വഭാവം എന്ത് അവൾക്കറിഞ്ഞുകൂടാ. ആ ഭർത്താവിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നറിഞ്ഞുകൂടാ. ഭർത്താവിന്റെ ഉമ്മായുടെ സ്വഭാവം എന്ത്, ഉപ്പായുടെ സ്വഭാവം എന്ത് എന്ന് അവൾക്ക് അറിഞ്ഞുകൂടാ. ഈ വിധത്തിലുള്ള ഒരു വീട്ടിലേക്കാണ് അവൾ പോകുന്നത്. സ്വന്തം സുരക്ഷിത സ്ഥാനത്ത് നിന്ന് ആ പെൺകുട്ടി ഉച്ചക്ക് നിക്കാഹ് കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോ ഈ ഭർത്താവിന്റെ വീട്ടിലേക്ക്, ഒരു പരിചയവുമില്ലാത്ത വീട്ടിലേക്ക് പോകുമ്പോൾ ഈ പെൺകുട്ടിക്ക് പോകാൻ എങ്ങനെ ധൈര്യം വന്നു? അപരിചിതമായ ഒരു കുടുംബത്തിലേക്ക് പോകാനുള്ള ധൈര്യം വന്നത് ഒരൊറ്റ വിശ്വാസമല്ലേ? ഈ ചെറുപ്പക്കാരൻ എന്നെ നോക്കും, ആ ഒരൊറ്റ വിശ്വാസമല്ലേ? ഈ ഭർത്താവ് എന്നെ സംരക്ഷിക്കും, ഈ ഭർത്താവ് എന്നെ നോക്കും എന്ന വിശ്വാസത്തിലല്ലേ ഈ പെൺകുട്ടി ഒരു സുരക്ഷിത കേന്ദ്രം വിട്ടിട്ട് അപരിചിത കേന്ദ്രത്തിലേക്ക് നീങ്ങിയത്? അവൾക്ക് വല്ല പേടിയുണ്ടോ? പേടിച്ചുകൊണ്ടാണോ പോകുന്നത്? ചിരിച്ചു രസിച്ചല്ലേ പോണത്? ആ സുരക്ഷിതത്വത്തിന്റെ വിശ്വാസമല്ലേ? തലശ്ശേരി ഭാഗത്ത് 12 മണിക്ക് ഉച്ചക്ക് നിക്കാഹ് കഴിഞ്ഞു. ആ പെണ്ണ് വീട്ടിലേക്ക് കടന്നു ചെന്നു. രാത്രി 10 മണിക്ക് വീട്ടിലുള്ള ഏകദേശം ജോലികളെല്ലാം ഒതുക്കി ബെഡ്റൂമിലേക്ക് കടന്നു ചെല്ലുമ്പോ ജീവിതമെന്തെന്ന് രുചിച്ചറിയാത്ത മദനമോഹന മനോമുഖരവുമായി കഴിഞ്ഞുകൂടുന്ന ദാമ്പത്യ ജീവിതത്തിന്റെ മടിമുറ്റത്തേക്ക് കാലെടുത്തു വെച്ച അനേകം സ്വപ്നങ്ങൾ മനസ്സിൽ മനക്കോട്ട കെട്ടിയുണ്ടാക്കി കടന്നു ചെല്ലുന്ന ആ പ്രിയപ്പെട്ട പെണ്ണ് ഭർത്താവിന്റെ ചൂടേറ്റുകൊണ്ട് നെഞ്ചിലേക്ക് മുഖം വെച്ച് കിടക്കാൻ ആഗ്രഹിച്ചു കടന്നു ചെന്ന പെണ്ണ് ആ മിനുസമായി വിധാനിച്ച പട്ടുപോലെ സൗകര്യപ്പെടുത്തിയ ബെഡ്റൂമിലങ്ങ് മലർന്നു കിടന്നപ്പോൾ ബെഡ്റൂമിലേക്ക് കടന്നു വന്ന ചെറുപ്പക്കാരനെ നോക്കി ഒരൽപ്പം പുഞ്ചിരിച്ചുകൊണ്ട്, നാണത്തോടുകൂടി പുഞ്ചിരിച്ച് ഭർത്താവിനെ ഒന്ന് നോക്കുമ്പോൾ കിട്ടിയ സമ്മാനം എന്താണ്? ആരോഗ്യമുള്ള ചെറുപ്പക്കാരന്റെ 2 കൈവിരൽ കൊണ്ട് ആ പെൺകുട്ടിയുടെ കഴുത്ത് ഞെരിച്ചങ്ങ ബെഡ്റൂമിൽ പ്രഥമ രാത്രി വധിച്ചു കളഞ്ഞു. എന്തൊരു കടുങ്കയാണ്, ക്രൂരതയാണ് ഈ ചെയ്തത്! എന്തൊരു വിശ്വാസവഞ്ചനയാണ് ചെയ്തത്! ഉമ്മാനെയും വാപ്പാനെയും വിട്ടുകൊണ്ട് ഉപേക്ഷിച്ചുകൊണ്ട് ഈ പെണ്ണ് ഇറങ്ങിപ്പോന്നത് ഈ ചെറുപ്പക്കാരൻ എന്നെ സംരക്ഷിക്കുമെന്ന വിശ്വാസമാണ്, അയാൾ എന്നെ നോക്കുമെന്ന പ്രതീക്ഷയാണ്. ആ വലിയ ഒരു പ്രതീക്ഷയല്ലേ ഈ തകർത്ത് കളഞ്ഞത്? ഇത് ഒരു റിപ്പോർട്ടല്ല,
ഇതും പത്രങ്ങൾ ദിവസങ്ങളോളം നീട്ടിവലിച്ചെഴുതിയ തുടർ ലേഖനമാണ്. ഇതൊക്കെ ഈ രാജ്യത്ത് നടക്കുന്നുവെങ്കിൽ കുടുംബ കലഹത്തിന്റെ റിപ്പോർട്ടുകൾ പത്രങ്ങളിൽ വായിച്ചാൽ സുഭിക്ഷമാണ്, ധാരാളം വായിക്കാൻ കിട്ടും. ചരമകോളത്തിനൊരു പേജുണ്ട് പത്രത്തിൽ, അതിനായിട്ടൊരു പേജ് നീക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇത്തരം കഥകൾക്ക് വേണ്ടി മാത്രം ഒരു പേജ് നീക്കി വെക്കണമെന്നാ എനിക്ക് തോന്നുന്നത്. പലപ്പോഴും തട്ടിക്കൊണ്ടുപോകലുകൾ, കൊലപാതകങ്ങൾ, ഈ തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഒരു പത്രമെടുത്ത് വായിക്കുമ്പോൾ നിങ്ങൾ ചുവപ്പുമശി കൊണ്ടൊന്ന് അടയാളപ്പെടുത്തി നോക്കൂ. ആ പത്രത്തിൽ തന്നെ എത്ര കാണാം. ഈ നിലയ്ക്ക് വർദ്ധിച്ചില്ലേ? എന്തുകൊണ്ട് വർദ്ധിച്ചു എന്ന് ഒന്നാമതായി ഞാൻ എന്റെ സമൂഹത്തോട് പറയട്ടെ, എന്നിട്ട് ഞാൻ മറ്റോട്ട് കടക്കാൻ സമയമുണ്ടെങ്കിൽ. മുസ്ലിം സമൂഹമേ, പരിശുദ്ധ ഖുർആൻ വിളിക്കുന്നു. ദാമ്പത്യ ജീവിതം ഇസ്ലാം നൽകിയ ഒരു പാഠം നമുക്കുണ്ട്. എന്താണ് ദാമ്പത്യ ജീവിതത്തിന്റെ ഇസ്ലാമിക മാനം? അല്ലാഹുവിന്റെ റസൂല് പറയുന്നത്, വിവാഹ ജീവിതം സുരക്ഷിതമായി മുന്നോട്ട് പോകണമെങ്കിൽ പാലിക്കേണ്ടുന്ന അനവധി മര്യാദകളുണ്ട്. ഇദാ ഖതബ അഹദുക്കും മിമ്മൻ തർളൗന ദീനഹു വഖുലുഖഹു ഫസവ്വിജൂഹു വഇല്ലാ തകുൻ ഫീഹി ഫിത്നതുൻ വഫസാദുൻ അലീം. ഖാല റസൂലുള്ളാഹി ഇദാ ഖതബ അഹദുക്കും, നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ മക്കൾക്ക് വിവാഹാലോചനയുമായി വന്നാൽ, എന്റെ മകളെ വിവാഹം ചെയ്തയക്കാറുണ്ട്, ആ സന്ദർഭത്തിൽ വിവാഹാലോചന നടത്തുമ്പോഴും എന്റെ മകൾക്കൊരു വിവാഹാലോചന വരുമ്പോഴും മിമ്മൻ തർളൗന ദീനഹു വഖുലുഖഹു ഫസവ്വിജൂഹു, നല്ല ദീനും സ്വഭാവവും നല്ല കുടുംബമാണ്, കുട്ടിയാണ്, നിങ്ങൾ വിവാഹം ചെയ്തു കൊടുത്തോ. ഒരു മകളെ കെട്ടിക്കുന്ന സമയത്ത് കുടുംബജീവിതത്തിന്റെ തുടക്കം അവിടെ നിന്നാണല്ലോ. കുടുംബമായി ജീവിക്കുന്നതിന്റെ തുടക്കം, ദാമ്പത്യ ജീവിതത്തിന്റെ ആണിക്കല്ല് വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഒരു പെണ്ണ് സ്വീകരിക്കുന്നിടത്ത് വെച്ചല്ലേ. ആ പെണ്ണ് വരുമ്പോൾ ഉണ്ടാകുന്ന ദാമ്പത്യ ലൈംഗിക ബന്ധത്തിന്റെ പേരിലല്ലേ മക്കളാകുന്നത്, ആ സമൂഹം ഇവിടെ ഉണ്ടാകുന്നത്. ഈ സമൂഹത്തെ വളർത്തി ഉണ്ടാക്കാൻ പറ്റിയ ആ മേഖല തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മേഖല മിമ്മൻ തർളൗന ദീനഹു വഖുലുഖഹു, ദീനും സ്വഭാവവും നല്ലത്, ദീനിന് പരിഗണന നൽകണം. ഫസവ്വിജൂഹു, അവിടെയാണ് നിങ്ങൾ വിവാഹം നടത്തി കൊടുക്കേണ്ടത്. വഇല്ലാ, ദീൻ പരിഗണിച്ചില്ലെങ്കിൽ, സ്വഭാവം പരിഗണിച്ചില്ലെങ്കിൽ, തകുൻ ഫീഹി ഫിത്നതുൻ വഫസാദുൻ അലീം, ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. നബിയുനാ റസൂലുള്ളാഹി ഒരു പെണ്ണിനെ തെരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ടത് അതാണ്. തുങ്കഹുൽ മർഅതു ബിഅർബഇ ഖിസാലിൻ, ഒരു പെണ്ണിനെ വിവാഹം ചെയ്യപ്പെടുന്നത് സാധാരണഗതിയിൽ നാട്ടിൽ വിവാഹം നടക്കാറുള്ളത് 4 കാര്യങ്ങൾ നോക്കിയിട്ടാണ്. മനുഷ്യന്മാര് 4 കാര്യം നോക്കല്. ഒന്ന് ലിമാലിഹ, ചിലര് സമ്പത്ത് നോക്കും. ഒരു ജമാലിഹ, ചിലര് അഴക് നോക്കും. ഒരു ഹസബിഹ, ചിലര് നല്ല തറവാടി ആണ്, അത് പരിഗണിക്കും. ഒരു ദീനിഹ, ദീൻ പരിഗണിക്കാറുണ്ട്. 4 കാര്യങ്ങളാണ് ഒരാളെ ഒരു പെണ്ണിനെ വിവാഹം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ. ഇതിൽ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കേണ്ടത് ഏതാണ്? ദീനുള്ള പെണ്ണിനെ വിവാഹം ചെയ്താൽ വിജയിച്ചുവടാ, വിജയിച്ചു. നിന്റെ വിജയം ദീനുള്ള പെണ്ണിനെ വിവാഹം ചെയ്യുന്നതിലാണ്. അതിനാണ് പരിഗണന. നീ വിവാഹം ചെയ്ത പെണ്ണിന് ദീനുണ്ടോ? സാമ്പത്തിക കുറവല്ല. നീ വിവാഹം ചെയ്ത പെണ്ണിന് ദീനുണ്ടോ? സൗന്ദര്യത്തിന്റെ കുറവ് ഒരു കുറവല്ല. നീ വിവാഹം ചെയ്ത പെണ്ണിന് ദീനുണ്ടെങ്കിൽ തറവാടിത്തത്തിന്റെ കുറവല്ല. നിനക്ക് വിജയം സുനിശ്ചിതമാണ്. ദീനുള്ള പെണ്ണിനെ വിവാഹം ചെയ്തോ. അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു,
ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് മൻ തസവ്വജ ബിംറാത്തിൻ ഫഖദ് അഹറസ സുൽസൈ ദീനിഹി. ഒരാൾ ഒരു പെണ്ണിനെ വിവാഹം ചെയ്താൽ 2/3 ഭാഗവും സൂക്ഷിച്ചു. ആ ദീനിന്റെ 2/3 ഭാഗവും സൂക്ഷിച്ചു. എന്തായി പറഞ്ഞതിനർത്ഥം? ലോകത്ത് നടക്കുന്ന തെറ്റുകുറ്റങ്ങൾ പരിശോധിച്ചാൽ 2/3 ഭാഗവും ലൈംഗികമായ തകരാറിന്റെ പേരിൽ സംഭവിക്കുന്നതാണ്, ശഹ്വത്തിന്റെ പേരിൽ സംഭവിക്കുന്നതാണ് എന്ന് ബോധ്യപ്പെടും. അതിലേക്ക് ഉപോത്ബലകമാണ്. നേരത്തെ ഞാൻ വായിച്ച റിപ്പോർട്ട്സുകൾ മുഴുവനും, ആ പേപ്പർ കട്ടിങ്സുകളൊക്കെ അതിന് ഉപോത്ബലകമാണ്. ഇന്ന് ലോകത്ത് നടക്കുന്ന വേണ്ട ഒരു പത്രം വായിച്ചാൽ ആ പത്രത്തിൽ നമ്മൾ ചുവപ്പ് മഷി, നീലമഷി, പച്ചമഷി കൊണ്ട് അടയാളപ്പെടുത്തി 3 കുറ്റകൃത്യങ്ങൾ ഒരു പത്രത്തിൽ നിങ്ങൾക്ക് പരിശോധിച്ചു നോക്കി. ഞാൻ പലപ്പോഴും പരിശോധിച്ചിട്ടുണ്ട്. ആ പത്രത്തിൽ നമ്മൾ 3 മഷി കൊണ്ട് അടയാളപ്പെടുത്തുക, കുറ്റകൃത്യങ്ങൾ അടയാളപ്പെടുത്തിയാൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ലൈംഗികമായ കുറ്റകൃത്യങ്ങളാണ്. ഇനി അത് ഒരു ദിവസം യാദൃശ്ചികമായി ഒത്തുവന്നില്ലെങ്കിൽ ലോകത്തിന്റെ മൊത്തം കണക്ക് പരിശോധിച്ചാൽ 2/3 ഭാഗവും ലൈംഗിക അരാജകത്വത്തിന്റെ പേരിൽ സംഭവിക്കുന്ന തെറ്റുകളാണ്. അതാണ് അല്ലാഹു റസൂൽ പറഞ്ഞത്, തുങ്കഹുൽ മർഅതു, ഒരു പെണ്ണ് മൻ തസവ്വജ ബിംറാത്തിൻ, ഒരു പെണ്ണിനെ ഒരാൾ വിവാഹം ചെയ്താൽ ഫഖദ് അഹറസ സുൽസൈ ദീനിഹി, ദീനിന്റെ 2/3 ഭാഗവും സൂക്ഷിച്ചു. ആ മഹാപാതകത്തിൽ നിന്ന് മാറാൻ സാധിക്കും. അപ്പോൾ ഒരു മനുഷ്യന്റെ ദീൻ 3/4 ഭാഗവും സൂക്ഷിക്കാൻ പറ്റിയ മേഖലയാ വൈവാഹിക ജീവിതം. ആ വൈവാഹിക ജീവിതം തുടങ്ങുന്ന ഒരു സമൂഹവും ഒരു കുടുംബം തുടങ്ങുന്നത് എവിടെ നിന്നായിരിക്കണം? ദീനിന്റെ പരിഗണന നൽകിക്കൊണ്ടായിരിക്കണം. ദീനിന്റെ പരിഗണന നൽകുന്നത് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ കാണുന്ന നിസാഉക്കും ഹറസുൽ ലക്കും ഫഅതു ഹറസക്കും അന്നാ ശിഅ്തും. നിസാഉക്കും നിങ്ങളുടെ ഭാര്യമാർ, ഹറസുൽ ലക്കും നിങ്ങളുടെ കൃഷിഭൂമിയാണ്. എന്തേ ഒരു പെണ്ണിനെ കൃഷിഭൂമിയോട് തുല്യപ്പെടുത്തിയത്? അതിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ ഇരിക്കുന്ന കർഷകർക്കറിയാം, കാരണവന്മാർക്കറിയാം, ഇന്നത്തെ തലമുറയ്ക്ക് കൃഷിയെ കുറിച്ചൊന്നും അറിഞ്ഞോളണമെന്നില്ല. പഴയ ആളുകൾക്ക് കൃഷിഭൂമിയെ സംബന്ധിച്ച് പലതും പറയാനുണ്ട്. കൃഷിഭൂമികൾ 4 തരത്തിലാണ്. കൃഷിയെ സംബന്ധിച്ച് വായിക്കുന്നിടത്തും പഠിക്കുന്നിടത്തും കാണാം കൃഷിഭൂമി 4 തരത്തിലാണ്. 1 നമ്പർ ഭൂമി, 2 നമ്പർ ഭൂമി, 3 നമ്പർ ഭൂമി, 4 നമ്പർ ഭൂമി എന്ന തരംതിരിവിലാണ് കർഷകന്മാർ കൃഷിഭൂമിയെ കാണുക. 1 നമ്പർ ഭൂമി എന്ന് പറഞ്ഞാൽ എന്താ? അതിലേക്ക് വിത്ത് അങ്ങ് കൊണ്ടുപോയി ഇട്ട് കൊടുത്താൽ മതി. വളം ചേർത്തിട്ടില്ലെങ്കിൽ പോലും ആ വിത്ത് അവിടെ വെച്ച് മുളച്ച് തളച്ചു വളരും. അതിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന വിളവ് എന്താണോ അത് ലഭിക്കും. ഒരു ചാക്ക് വിത്ത് ഒരു പാടത്ത് വിതറിയാൽ അതിൽ നിന്ന് എത്ര കണ്ട് വിളവ് കിട്ടണമെന്ന ഒരു കണക്ക് കർഷകനുണ്ടാകുമല്ലോ, അത് കൃത്യമായി ലഭിക്കും. ഒരു വേള അതിലപ്പുറം ലഭിക്കും. ഇതാ 1 തരം ഭൂമി. വെള്ളം കൊടുക്കണ്ട, വളം കൊടുക്കണ്ട, അധ്വാനിക്കണ്ട, തിരിഞ്ഞോക്കണ്ട, വിത്തിട്ട് പോന്നാ മതി. മറ്റൊരു ഭൂമിയുണ്ട്. ആ ഭൂമിയിലേക്ക് വിത്ത് ഇട്ടുകൊടുത്തത് കൊണ്ട് മാത്രമായില്ല, ആവശ്യമായ വളം കൊടുത്താൽ, ഒരു ചാക്ക് നെല്ല് അതിലേക്ക് കൊടുത്താൽ അതിൽ നിന്ന് എത്ര വിളവ് കിട്ടുമോ അത് മുഴുവനും ലഭിക്കും. അത് 2 നമ്പർ ഭൂമിയാണ്. 3 നമ്പർ ഭൂമിയുണ്ട്. അതിലേക്ക് വിത്ത് കൊണ്ടുപോയിട്ടാൽ നല്ല പോലെ വിളവും കൊടുത്താൽ, അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പരിചരിച്ചാൽ, ഒരു ചാക്ക് നെല്ലിട്ടാൽ 1/2 ചാക്ക് നെല്ലിന്റെ ഫലമേ ഉണ്ടാകൂ. അതിന്റെ പകുതി ഫലമേ അതിൽ നിന്ന് ലഭിക്കൂ. അത് 3ാമത്തെ ഭൂമിയാണ്. 4ാമത്തെ ഭൂമിയുണ്ട്. അതിലേക്ക് വിത്ത് ഇട്ട് കൊടുത്ത് എത്ര കൃഷി ചെയ്താലും, വളം കൊടുത്താലും, വെള്ളം കൊടുത്താലും, അധ്വാനിച്ചാലും അത് കൃഷിഭൂമിയല്ല, അത് ഫലഭൂയിഷ്ടമായ ഭൂമിയല്ല. അതിൽ നിന്ന് ഒന്നും കിട്ടാനില്ല, ഒന്നും കിട്ടുകയില്ല. കർഷകന്മാര് കൈയൊഴിച്ച ഭൂമിയാണ്. അത് കൃഷി ചെയ്യാൻ പറ്റിയ ഭൂമിയായത്. ഭരണാധികാരിയുടെ മകനെ കൊണ്ട്, കോടീശ്വരനായ രാജാവിന്റെ മകനെ കൊണ്ട് വിവാഹം പറഞ്ഞിട്ട് സഈദ് ഇബ്നുൽ മുസയ്യിബ് സമ്മതിച്ചില്ല. അത് കാരണം രാജാവ് അടിച്ച് മുറിവേൽപ്പിച്ച് രോഗമായി മരിച്ചുപോയി. അതേസമയം സഈദ് ഇബ്നുൽ മുസയ്യിബ് ആർക്കാണ് വിവാഹം ചെയ്തു കൊടുത്തത്? അബൂ വിദാ റളിയല്ലാഹു അൻഹുവിനാണ്. അബൂ വിദാ ദർസിൽ വന്നു കാണുന്നില്ല. 2-3 ദിവസമായി ദർസിൽ വന്നിട്ട്
ദർസിൽ വരുന്നത് കാണുന്നില്ല. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ മുത്തഅല്ലിമീങ്ങളോട് ചോദിച്ചു, അബൂബിദാ എവിടെ പോയി? അബൂബിദാ റളിയല്ലാഹു അൻഹു ദർസിലേക്ക് കടന്നു വരുന്നു. അബൂബിദാ നീ എവിടെ പോയിരുന്നു? ഉസ്താദേ, എന്റെ ഭാര്യ രോഗമായി കിടക്കുകയായിരുന്നു. സുഖമായോ? ഇല്ല, എന്റെ ഭാര്യ മരണപ്പെട്ടു പോയി. അപ്പൊ നിനക്കിനി ഒരു ഭാര്യ വേണ്ടേ? ഭാര്യയെ സ്വീകരിക്കാൻ മഹർ കൊടുക്കണ്ടേ? ഭാര്യയെ പോറ്റി വളർത്താൻ നിത്യജീവിതത്തിന് വക വേണ്ടേ? എന്റെ പക്കൽ 2 ദിർഹമിന് വകയില്ല. ഈ ദരിദ്രനായ മുട്ടാണം ദരിദ്രനായ എനിക്ക് ഉസ്താദിന്റെ മകളെ വിവാഹം ചെയ്തു തരാൻ ഞാൻ എന്തുകൊണ്ട് സ്വീകരിക്കും? പക്ഷേ ഉസ്താദ് ആ ഫഖീറായ അബൂബിദാക്ക് ദർസിന്റെ മജ്‌ലിസിൽ വെച്ചുകൊണ്ടങ്ങ് നിക്കാഹ് ചെയ്തു കൊടുത്തു. അബൂബിദായെ സ്വീകരിച്ചു. അന്ന് രാത്രി അബൂബിദാ റളിയല്ലാഹു അൻഹു വീട്ടിൽ കിടക്കുന്നു. താൻ അങ്ങനെ ചിന്തിക്കുന്നു, പടച്ചവനെ, എന്തുകൊണ്ടാണ് എനിക്ക് ഉസ്താദ് ഈ ഫഖീറായ എനിക്ക് വിവാഹം ചെയ്തു തന്നത്? ഇന്ന് രാജ്യം ഭരിക്കുന്ന അബ്ദുൽ മലിക്കിന്റെ മകൻ വലീദിനെ കൊണ്ട്, ഭാവിയിൽ രാജ്യം ഭരിക്കാൻ പോകുന്ന വലീദിനെ കൊണ്ട് പറഞ്ഞിട്ട് സമ്മതിക്കാതെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്ന ഉസ്താദ് ദരിദ്രനായ 2 ദിർഹമിന് വകയില്ലാത്ത എന്നെ കൊണ്ട് എന്തിനാ വിവാഹം ചെയ്തു തന്നത് എന്ന് ചിന്തിച്ചപ്പോ വാതിലിനൊരു ശബ്ദം കേൾക്കുന്നു, മുട്ടൽ കേൾക്കുന്നു. തുറന്നു നോക്കിയപ്പോ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു ആണ് തന്റെ മകളെയും കൈപിടിച്ചുകൊണ്ട് പാതിരാവിൽ കടന്നു വന്നിരിക്കുകയാണ്. അല്ല അബൂബിദാ, നീ വിവാഹിതനാണ്, എന്റെ മകളും വിവാഹിതയാണ്. 2 പേരും നിക്കാഹ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഒറ്റക്ക് കിടക്കേണ്ട. എന്റെ മകളെ ഞാൻ നിനക്ക് ഏൽപ്പിച്ചു തരാൻ വന്നതാണ് എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് തിരിച്ചുപോയി. മകൾക്കൊരു ഭർത്താവ് വന്നപ്പോൾ ആ വാപ്പയും ഉമ്മയും നോക്കുന്നത് എന്താണ്? ദീനുള്ള കുടുംബമാണോ? എന്റെ സഈദ് ഇബ്നുൽ മുസയ്യിബ് തന്റെ മകൾക്ക് വലീദിനെ സ്വീകരിക്കാതിരുന്നത്? ഈ വലീദാണ് ഭാവിയിൽ എവിടെ എത്തിയത്? പരിശുദ്ധ കഅബാലയത്തിന്റെ മുകളിൽ കയറിയിട്ട് ഖുർആനിന്റെ കഷ്ണങ്ങൾ എടുത്തിട്ട് അത്തൂഇദു കുല്ല ജബ്ബാരിൻ അനീദി വഹാ അന ലാക ജബ്ബാറുൻ അനീദു إذا ما جئت ربك يوم حشري فقل يا رب مزقني الوليد. ജിന്നെ പറഞ്ഞ് പേടിപ്പിക്കുക. ഖുർആനോട് ചോദിക്കുകയാണ്, ജിന്നെ പറഞ്ഞ് പേടിപ്പിക്കുകയാണോ? കഅബാലയത്തിന്റെ മുകളിൽ കയറി ഖുർആനിന്റെ കഷ്ണങ്ങൾ നുള്ളിപ്പിച്ച് ചീന്തി പതാക ഉയർത്തുമ്പോൾ അങ്ങ് ഉയരത്തിലേക്ക് എത്തുന്ന അതിന്റെ തുണി വിടരുന്ന സമയത്ത് വിവർണങ്ങളായ പല കഷ്ണങ്ങൾ, പേപ്പർ കട്ടിങ്സുകളും അല്ലെങ്കിൽ തുണിക്കഷ്ണങ്ങളും നിറച്ചത് അതിൽ നിന്ന് ചിന്നിച്ചിതറുന്നത് കാണാൻ ഒരു മനോഹരം കാഴ്ചയാണ്. അതുപോലെ മുസ്ഹഫിന്റെ കഷ്ണങ്ങൾ പിച്ച് ചീന്തിയിട്ട് കഅബത്തിന്റെ മുകളിൽ കയറി ഇവൻ കയ്യിൽ പിടിച്ച് ഉണ്ടയാക്കി പിടിച്ചിട്ട് അത് കഅബത്തിന്റെ മുകളിൽ നിന്ന് വലിച്ചെറിഞ്ഞപ്പോൾ അത് ചിന്നി ചിതറി വരുന്നത് കണ്ട് കൈയടിച്ച് ചിരിച്ചിട്ട് അവൻ പറയുകയാണ്, ഇദാ മാ ജിഅത റബ്ബക യൗമ ഹശരി ഫഖുൽ യാ റബ്ബി മസ്സഖനിൽ വലീദു. പറ, നാളെ പരലോകത്ത് വരുമ്പോ ആരടാ ഖുർആനെ നിന്നെ പറിച്ചു ചീന്തിയത് എന്ന് നിന്റെ പടച്ചോൻ നിന്നോട് ചോദിച്ചാൽ വലീദാണെന്ന് പറ, എനിക്കൊരു പേടിയുമില്ല എന്ന് ധിക്കാരം പറഞ്ഞ മനുഷ്യനാണ് ഭാവിയിൽ ഈ വലീദ്. ആ വലീദിനെ കൊണ്ടായിരുന്നു പണ്ട് സഈദ് ഇബ്നുൽ മുസയ്യിബിന്റെ മകളെ ചോദിച്ചത്, സഈദ് ഇബ്നുൽ മുസയ്യിബ് നിരസിച്ചത്. ആ വലീദ് പിന്നീട് ഇങ്ങനെ ആയത് നിങ്ങൾ ചിന്തിക്കണം. നമ്മുടെ മക്കൾക്കൊരു വിവാഹം വരുമ്പോൾ ആ വിവാഹം എങ്ങനെയായിരിക്കണം? ദീനുള്ളതാണോ? എങ്കിൽ ആ കുടുംബത്തിൽ സുരക്ഷിതത്വം പ്രതീക്ഷിക്കാം. അപ്പൊ കുടുംബ കലഹം പറയുമ്പോൾ കുടുംബ ജീവിതം എവിടെ നിന്ന് തുടങ്ങുന്നു? അത് വിവാഹ ജീവിതത്തിൽ നിന്ന് തുടങ്ങുന്നെങ്കിൽ ആ വിവാഹ ജീവിതത്തിന് തുടക്കം കുറിക്കുന്നത് നമ്മളൊരു പെണ്ണിനെ തിരഞ്ഞെടുക്കുന്നിടത്തല്ലേ? ആ പെണ്ണ് എങ്ങനത്തെ പെണ്ണാവണം? ദീനുള്ള പെണ്ണാവണം. ഇന്ന് ഒരു പെണ്ണിനെ തിരഞ്ഞെടുക്കുന്നത് സമ്പത്തിന് വേണ്ടിയാണ്. എത്രയാണ് ആ പെണ്ണിനെ വിവാഹം ചെയ്യുന്ന സമയത്ത് സ്ത്രീധനം ചോദിക്കാൻ കഴിയുന്നത് അത്രയും ചോദിച്ചുകൊണ്ട്
കുടുംബത്തിൽ നിന്ന് എന്റെ മകന് ഒരു ഓട്ടോറിക്ഷ വാങ്ങണമെങ്കിൽ മകനെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിച്ച സ്ത്രീധന പണം കൊണ്ടാണ് ഓട്ടോറിക്ഷ വാങ്ങുന്നത്, കച്ചവടം തുടങ്ങുന്നത്, ഗൾഫിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ പറമ്പ് വാങ്ങുന്നത്. ഇതിനു വേണ്ടിയാണ്, സമ്പത്തിന് വേണ്ടിയാണ് ഒരു പെണ്ണിനെ സ്വീകരിക്കുന്നതെങ്കിൽ ഒന്നുകൂടി ചിന്തിച്ചോ. ഒരു വാപ്പന്റെ കയ്യിൽ നിന്ന് 2 ലക്ഷം 5 ലക്ഷം 10 ലക്ഷം ഒക്കെ കാശ് കൊടുത്തിട്ട് ഒരു പെണ്ണിനെ വാങ്ങാണ്, പണവും വാങ്ങുന്നു, രണ്ടും വാങ്ങുന്നു. ഈ പെണ്ണിനെ കൊണ്ടുവന്നിട്ട് പോറ്റുന്ന പുതിയ ഭർത്താവേ അല്ലെങ്കിൽ ആ കുടുംബമേ, ആ പെണ്ണ് അയാളുടെ വീട്ടിൽ ജീവിച്ച സുഖത്തിനും സന്തോഷത്തിനും നീ നോക്കുന്നുണ്ടോ? കഷ്ടപ്പാടും വേണ്ടേ? ഇതൊക്കെ നീതിയാണോ, മര്യാദയാണോ? ആ പെണ്ണിന്റെ വീട്ടിൽ എത്ര സന്തോഷത്തിനും സൗകര്യത്തിനും ജീവിച്ചിട്ടുണ്ട്. ഇപ്പൊ പൈസയും കൊടുക്കണം, പെണ്ണിനെ സ്വീകരിക്കുകയും വേണം. കൊണ്ടുപോയിട്ട് ആ പെണ്ണിനെ തന്റെ വീട്ടിലെ ഒരു അടുക്കളക്കാരി, ശമ്പളം കൊടുക്കാത്ത ഖാദിമത്തായിട്ട്, സർവന്റായിട്ട് വെച്ചു പുലർത്തുന്നൊരവസ്ഥയിലേക്ക് നീങ്ങിയപ്പോ അള്ളാഹുവിന്റെ ദീനിന് ഒരു പരിഗണനയും അവിടെ ഇല്ല. അതാ കുടുംബ കലഹങ്ങളുടെയൊക്കെ തുടക്കം. ദീൻ വിട്ട് കളിച്ചു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ദീൻ പരിഗണിക്കണം എന്ന് പറഞ്ഞത് ഒരു വാക്കും കൂടി പറഞ്ഞ് ഞാൻ അതിൽ നിന്ന് മാറുന്നു. ദീൻ പരിഗണിക്കണം. ദീൻ പരിഗണിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന വിപത്ത്. ഞാൻ അങ്ങാടിയിൽ പോയി 1 കിലോ മാംസം വാങ്ങിക്കൊണ്ടുവന്നു എന്റെ വീട്ടിലെ ഭാര്യയുടെ കയ്യിലേൽപ്പിക്കുന്നു. ഭാര്യ അത് മുറിച്ച് കഴുകി വൃത്തിയാക്കി എനിക്ക് പാകം ചെയ്തു തരുന്നു. നോമ്പ് തുറക്കാൻ നേരത്ത് ഇറച്ചിക്കറി വേണം, പത്തിരി വേണം. ഇത് പാകം ചെയ്തു തരുന്നിടത്ത് പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഗൗരവത്തിലെടുക്കേണ്ട കാര്യമാണ്. ഈ മാംസം കഴുകി വൃത്തിയാക്കുമ്പോൾ അതിൽ രക്തമുണ്ടല്ലോ, അത് നജിസല്ലേ? രക്തം നജിസാണ്. അറുത്ത മാംസമാണെങ്കിൽ, അറുത്ത മൃഗത്തിൻ്റെതാണെങ്കിലും രക്തം നജിസാണ്. മനുഷ്യൻ ശുദ്ധിയുള്ള ജീവിയാണ്, മരിച്ചാലും ശുദ്ധിയുള്ളതാണ്. എന്നാലും രക്തം നജിസ് തന്നെയാണ്. മനുഷ്യന്റെ മൂത്രം നജിസാണ്, കാഷ്ടം നജിസാണ്. ഒരു പോത്തിനെ അറുത്താൽ അറുത്ത പോത്തിന്റെ മാംസം തിന്നല് ഹലാലാണെങ്കിലും ആ പോത്തിന്റെ ശരീരത്തിലുള്ള രക്തം നജിസാണ്. അതിന്റെ മലവും മൂത്രവും ഒക്കെ നജിസാണ്. ഈ രക്തമുള്ള മാംസം കൊണ്ടുവന്ന് കഴുകി ശുദ്ധിയാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മാംസങ്ങൾ കഷ്ണിച്ചിട്ട് ഒരു പാത്രത്തിലിട്ട് വെള്ളം പാർന്ന് കളകളായി ഇളക്കിയിട്ട് ആ പാത്രത്തിൽ നിന്ന് എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങിടും. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കളകളായി ഇളക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇടും. അങ്ങനെ ഒരു 10-15 പാത്രത്തിലിട്ട് കഴുകിയിട്ട് ഈ മാംസം ആ വെള്ളത്തിൽ നിന്ന് കോരിയെടുത്ത് കൊണ്ടുപോയി വേവിച്ച് തിന്നല് പച്ച ഹറാമാണ് കേട്ടോ. അതിന്റെ നജിസ് ശുദ്ധിയായിട്ടില്ല. നജിസ് ശുദ്ധിയാകണമെങ്കിൽ എന്ത് വേണം? ആ നജിസായ വസ്തു കഴുകുന്ന സമയത്ത് അത് കഴുകിയിട്ട് അതിന്റെ മാംസത്തിന്റെ കറ, അതിന്റെ രക്തത്തിന്റെ കറ കളഞ്ഞതിന് ശേഷം ഒരു ടാപ്പ് തുറന്നിട്ട് ആ വെള്ളത്തിന്റെ അടിയിലേക്ക് അതിനെ കാട്ടിപ്പിടിക്കണം. അതിലൂടെ വെള്ളം ഒഴുകിയിട്ട് പുറത്തോട്ട് ആ വെള്ളം ഒഴുകി പോകണം. ഒരു പാത്രത്തിലിട്ട് കഴുകിയാൽ പറ്റില്ല. ആ നജിസായ വസ്തു കഴുകി വൃത്തിയാക്കുന്ന സമയത്തും വെള്ളത്തിലിട്ട് മുക്കി ഒലുമ്പി എടുത്താൽ പോരാ. അതിന്റെ മുകളിൽ എല്ലാ പണിയും കഴിഞ്ഞിട്ട് സോപ്പിട്ട് കഴുകി വൃത്തിയാക്കൽ കഴിഞ്ഞിട്ട് തെറിക്കാത്ത ശുദ്ധിയുള്ള തൊഹൂറായ വെള്ളം ഈ മാംസത്തിന്റെ മുകളിൽ, മത്സ്യം കഴുകുമ്പോ മത്സ്യത്തിന്റെ മുകളിൽ, വസ്ത്രം കഴുകുമ്പോ വസ്ത്രത്തിന്റെ മുകളിൽ തെറിക്കാത്ത തൊഹൂറായ വെള്ളം ഒഴിച്ച് ആ വെള്ളം പുറത്തോട്ട് ഒഴുക്കി കളഞ്ഞ് എന്നിട്ട് കൊണ്ടുപോയി പിഴിഞ്ഞ് തോരട്ടാൽ, ഉണക്കിയിട്ടാൽ, അല്ലെങ്കിൽ ആ മാംസം വേവിച്ചാൽ മാത്രമേ അത് തിന്നാൻ പറ്റൂ. ചില നജസുകൾക്ക് അഫ്വുണ്ട്. രക്തത്തിന് അഫ്വ് കാണാം. എല്ലിന്മേലും മറ്റുമൊക്കെയുള്ള രക്തത്തിന് അഫ്വുണ്ടല്ലോ. അഫ്വുള്ള വസ്തുവിന്റെ അഫ്വ് കിട്ടണമെങ്കിൽ അത് അങ്ങനെ തന്നെ കൈകാര്യം ചെയ്യണം. കഴുകിയാൽ അതിന്റെ അഫ്വ് പോകും. അത് അതിന്റെ ഇടയ്ക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകുമ്പോൾ നല്ല ശക്തമായ ഘോരമായ മഴ കുത്തിച്ചൊരിയുന്നു. കൊട പിടിച്ച് സൂക്ഷിച്ച്, വളരെ സൂക്ഷിച്ചിട്ടാ പോകുന്നത്. എത്ര സൂക്ഷിച്ചാലും കുറച്ച് തെറിക്കാതിരിക്കില്ല. തെറിച്ചതോ തനി നജിസായ വെള്ളം ഉറപ്പാ. അല്പം തെറിച്ചുപോയി. പള്ളിയിൽ ചെന്നിട്ട് ചില മനുഷ്യന്മാരെന്ത് ചെയ്യും?
പുറത്തുള്ള ടാപ്പെന്നോ ഹൗദെന്നോ ആ നജിസായ ചളി തെറിച്ച ഭാഗം പിടിച്ചിട്ട് അങ്ങ് കഴുകും. കഴുകിയ അതിന്റെ അഴവ് പോയി. അത് അങ്ങനെ തന്നെ കയറി നിസ്കരിക്കുകയാണെങ്കിൽ വിരോധമില്ല. കഴുകിയാൽ എന്തുകൊണ്ട് അഴവ് പോയി? കഴുകിയാൽ പിന്നെ നിറം മണ രുചി പോകണം കഴുകണം, അല്ലെങ്കിൽ ആദ്യം പണിക്ക് നിൽക്കണ്ട. അപ്പൊ അഴവുള്ള ഒരു വസ്തുവിന്റെ അഴവ് കിട്ടണമെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്യണം. ആ അഴവ് കഴുകിയാൽ പിന്നെ നിറം മണം രുചി പോകുന്നത് വരെ കഴുകിയെങ്കിലേ കഴുകിയതിന്റെ ഫലം ഉള്ളൂ. ഇപ്പൊ എന്ത് പറഞ്ഞാലും ചിലപ്പോൾ എന്തുണ്ടാകും, ഈ എല്ലിന്മേലൊക്കെ ഉള്ള രക്തത്തിന് അഴവില്ലേ എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഉദിച്ചു വരുന്നെങ്കിൽ അതിന്റെ അഴവ് എപ്പോഴാണ്? അത് നേരിട്ട് തിന്നുമ്പോഴാ, അല്ലെങ്കിൽ അതിന് അഴവില്ല. കഴുകിയാൽ നല്ലപോലെ കഴുകണം. ഈ മാംസമാണ് എന്റെ ഭാര്യ എനിക്ക് വേവിച്ചു തന്നത്, ഹലാലായ പണം കൊണ്ട് വാങ്ങിയതാണ്, ഹലാലായി ബിസ്മി ചൊല്ലി ഹൽക്ക് നോക്കി അറുത്ത മൃഗമാണ്, അതിന്റെ മാംസമാണ് കൊണ്ടുപോയി കൊടുത്തത്. അങ്ങനെ ആ മാംസം വേവിച്ച് തന്നത് ഇത് ശുദ്ധിയാകാതെയാണെങ്കിൽ ഈ മാംസം തിന്നൽ ഹറാമാണ്, നജസാണ്. നജസ് ശുദ്ധിയായിട്ടില്ല, നജസ് തിന്നൽ ഹറാമല്ലേ? ഈ ഹറാമായ മാംസം തിന്നിട്ട് ശരീരത്തിൽ പുഷ്ടിപ്പെടാറില്ലേ? രക്തമുണ്ടാകാറുണ്ട്. ഈ മാംസത്തിൽ നിന്ന് രക്തത്തിലേക്ക് കൊടുക്കുന്നത് രക്തത്തിലേക്ക് കൊടുക്കും, പുറത്തോട്ട് കൊടുക്കേണ്ടത് അങ്ങോട്ടും കൊടുക്കും. ഇതിൽ നിന്ന് രക്തത്തിലേക്ക് പകർന്നിട്ട് അത് ബീജമായി മാറിയിട്ട് ഒരു കുട്ടി ജനിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു ഹദീസ് ഇതിലേക്ക് കൂട്ടിച്ചേർത്ത് വായിച്ചു നോക്കൂ. കുല്ലു ലഹമിൻ നബത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി. ഒരു മനുഷ്യൻ കുല്ലു ലഹമിൻ, എല്ലാ മാംസങ്ങളും, നബത മിനൽ ഹറാമി, ആ മാംസം ഉത്ഭവിച്ചത് ഹറാമിൽ നിന്നാണ്. ഒരു കുട്ടി ജനിച്ചത് ഹറാമായ ഭക്ഷണം കഴിച്ച മാംസം രക്തവും ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടാണ്. അത് തരം മാറി ബീജമായിട്ടാണ് ഒരു കുട്ടിയുടെ ഉൽപാദനമെങ്കിൽ ഒരു കുട്ടി ജനിക്കുന്നത് ഹറാമിൽ നിന്നാണെങ്കിൽ ഫന്നാറു ഔലാ ബിഹി, ആ കുട്ടി നരകത്തിലേക്കു തന്നെ. മക്കള് നരകത്തിൽ പോകുന്നതിന്റെ ഒന്നാമത്തെ കാരണം, പ്രധാന കാരണം, അവന്റെ ഉമ്മ ദീനിയത്തായ ഉമ്മയല്ലയോ, വിവരമില്ലാത്ത ഉമ്മയല്ലെങ്കിൽ, ഒരു മാംസം കഴുകിയത് ശർഅ് പറഞ്ഞ വിധത്തിലല്ലെങ്കിൽ ആ കഴിച്ച മാംസം ഹറാമാണ്, അത് രക്തത്തിൽ കലർന്നിട്ടുണ്ട്. ആ രക്തത്തിൽ നിന്നാണ് ഈ കുട്ടിയുടെ ഉൽപാദനത്തിന്റെ തുടക്കമെങ്കിൽ ഹറാമിൽ നിന്ന് മുളച്ചതാണ്. ഫന്നാറു ഔലാ ബിഹി, ആ കുട്ടി നരകത്തിലേക്ക് പോകേണ്ട കുട്ടിയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഒരു കുട്ടി ഒരു വാപ്പ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ മകൻ ഞാൻ എത്ര പറഞ്ഞാലും അനുസരിക്കില്ല, തങ്ങളൊന്ന് വിളിച്ചിട്ട് ഉപദേശിക്കണം. പള്ളിയിലെ ഉസ്താദിനോട് ചെന്നിട്ട് പറയും, ഉസ്താദേ എന്റെ മോൻ എത്ര പറഞ്ഞാലും അനുസരിക്കുന്നില്ല, ഉസ്താദ് ഒന്ന് വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കി എന്ന് പറയും. അല്ലാഹുവിന്റെ റസൂൽ ആ കുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നിന്റെ വാപ്പ പറഞ്ഞിട്ട് നീ എന്താ അനുസരിക്കാത്തത്? ഈ കുട്ടി തിരിച്ചു ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലേ, ഒരു ബാപ്പാക്ക് മക്കളോട് ഇങ്ങോട്ടും കടമയില്ലേ? മക്കൾക്ക് വാപ്പാരോട് അങ്ങോട്ട് കടമ ഉള്ളതുപോലെ ആ വാപ്പാക്ക് മക്കളോടും കടമയില്ലേ? എന്റെ ഉപ്പാക്ക് എന്നോട് വല്ല കടമയുമുണ്ടോ? അതേ ഉണ്ട്. എന്നാൽ ആ കടമ എനിക്കൊന്ന് പറഞ്ഞതാ. ഒന്നാമത്തെ കടമ, നിന്നെ ഉൽപ്പാദിപ്പിക്കാനുള്ള കൃഷിഭൂമിയായ നിന്റെ ഉമ്മാനെ തെരഞ്ഞെടുത്തപ്പോ ദീനിയത്തായ ഒരു പെണ്ണിനെ തെരഞ്ഞെടുക്കേണ്ടതായിരുന്നു. അങ്ങനെ നിബന്ധന അങ്ങ് പറഞ്ഞു കൊടുത്തപ്പോ ഈ കുട്ടി പറയുന്നു, എന്റെ ഉമ്മ അങ്ങനത്തെ ഒരു ഉമ്മയല്ല, തങ്ങൾ പറഞ്ഞ ഒരു വിശേഷണവും എന്റെ ഉമ്മാക്കില്ല എന്നങ്ങ് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചിട്ട് പറയുന്നു, നിന്റെ മോനെ ചീത്ത പറയാൻ നിനക്ക് അവകാശമില്ല, നീ തന്നെ അത് കളഞ്ഞു കുളിച്ചു പോയി. കലഹം കണ്ടോ? പാപ്പ പറഞ്ഞത് മക്കൾ അനുസരിക്കൂല. കാരണം എന്താണ്? ഈ കുട്ടിയെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കൃഷിഭൂമി നന്നായില്ല, അവിടെ നിന്നാണ് ഉൽപ്പാദിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് മക്കൾ അനുസരിക്കണമെങ്കിൽ, മക്കളെ കൊണ്ട് ദുനിയാവ് ഗുണം കിട്ടണമെങ്കിൽ, ഈ മക്കൾ ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന മക്കളാകണമെങ്കിൽ
ഇത് നല്ല ഉൽപാദന സ്ഥലത്ത് നടന്നതാണ്. നല്ല കുട്ടികളാണെങ്കിൽ നരകത്തിലേക്ക് വേണ്ടി വിധിക്കപ്പെട്ടുകൊണ്ട് നാം നരകത്തിൽ ചെന്ന് വധിക്കുകയാണെങ്കിൽ അല്ലാഹു നമ്മെ റമളാനിന്റെ ബർക്കത്ത് കൊണ്ട് നരകത്തിൽ നിന്ന് മുഅ്തഖീങ്ങളിൽ പെടുത്തി തരട്ടെ. അഥവാ ഒരു ഉമ്മയും ബാപ്പയും നരകത്തിൽ ചെന്ന് വധിച്ചാൽ മക്കൾ സ്വർഗത്തിൽ പോകുന്ന മക്കളായി മാറിയിട്ടുണ്ടെങ്കിൽ ആ സ്വർഗത്തിന്റെ പടിവാതിൽക്കൽ ഇരുന്നിട്ട് അങ്ങോട്ട് കടക്കാതെ വരുമ്പോ അല്ലാഹു തആല മലക്കുകളെ വിളിച്ചിട്ട് പറയുന്നു, മലക്കുകളെ പോയി നോക്ക്, എന്താണ് ആ സ്വർഗത്തിന്റെ വാതിൽക്കൽ കുറച്ച് മനുഷ്യന്മാരിയ്ക്കുന്നത്, അവരെന്താ കടക്കാത്തത് എന്ന് ചോദിച്ചു നോക്ക്. മലക്കുകൾ ചെന്ന് ചോദിച്ച് തിരിച്ചു വരുമ്പോ അല്ലാഹുവിനോട് അവർ പറയുന്നത്, പടച്ചവനേ, ആ ചെറുപ്പക്കാരായ കുട്ടികൾ പറയുന്നത് അവർ സ്വർഗത്തിൽ കടക്കൂല എന്നാണ്. അവരുണ്ടാവാൻ കാരണക്കാരായ മാതാപിതാക്കൾ അവരൊരു ദുർബല നിമിഷത്തിൽ തെറ്റ് ചെയ്തു പോയി. അവരാണെങ്കിൽ ഇവരെ ദർസിലേക്ക് പറഞ്ഞയച്ചിട്ട് ഇൽമ പഠിക്കാൻ വിട്ടവരാണ്. ദീനിന്റെ ഖിദ്മത്തിന് പറഞ്ഞയച്ചിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തുമായി കഴിഞ്ഞുകൂടിയവരാണ്. അതിനിടക്ക് ആ മാതാപിതാക്കളെ പക്കൽ നിന്ന് സംഭവിച്ച തെറ്റിന് അവര് നരകത്തിൽ കടന്ന് ശിക്ഷ അനുഭവിക്കുമ്പോ സ്വർഗത്തിലേക്ക് പോകാൻ ഭാഗ്യം കിട്ടിയ മക്കള് ലാ അദ്ഖുലുൽ ജന്നത ഇല്ലാ വഅബവായ മഈ, എന്റെ മാതാപിതാക്കൾ എന്റെ കയ്യിലില്ലാതെ എന്റെ കൂടെ ഇല്ലാതെ സ്വർഗത്തിന്റെ പടിവാതിൽ ഞാൻ ചവിട്ടുകയില്ലെന്നാണ് അവര് പറയുന്നതെന്ന് പറയുമ്പോൾ അല്ലാഹു തആല പറയുന്നു, ആ മക്കളുടെ മാതാപിതാക്കൾ എവിടെ നരകത്തിൽ അവരെ പിടിച്ചുകൊണ്ടുവന്നിട്ട് അവരെ മാഉൽ ഹയാത്തിൽ കുളിപ്പിച്ചിട്ട് ആ മക്കളെ കയ്യിലേക്ക് കൊടുക്കൂ, അവർ സ്വർഗത്തിലേക്ക് കൂട്ടി കൈപിടിച്ച് പൊയ്ക്കോട്ടെ എന്ന് പറയും. ഇത് രണ്ടും തരംതിരിച്ച് നമ്മൾ കാണുന്നു. ഒരു വിഭാഗം നരകത്തിലേക്ക് പോകാൻ കാരണമാകുന്നു. എവിടെയാണ് ഇതിന് പറ്റിയ അബദ്ധം? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ദീനാണ് എവിടെയും നമ്മൾ വിജയിപ്പിക്കുന്നത്. ദീനിന്റെ കുറവാണ് ഇന്ന് നടക്കുന്ന എല്ലാ വൈകേടുത്തരങ്ങൾക്കും കാരണം. അപ്പോ വിവാഹം, കുടുംബ ജീവിതത്തിന്റെ തുടക്കം ദീൻ പരിഗണിച്ചുകൊണ്ട് നടക്കണം. ദീനിന് വില കൽപ്പിക്കണം. അത്തരം കുടുംബത്തിൽ നിന്ന് തിരഞ്ഞെടുക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുന്ന സമയത്ത് ഇങ്ങനെ നടന്നു നോക്കുകയാണ്. പല സ്ഥലങ്ങളിലും ചുറ്റിക്കറങ്ങി നോക്കിയപ്പോ ഒരു വീട്ടിന്റെ സൈഡിലൂടെ നടന്നു പോകുമ്പോ ആ വീട്ടിന്റെ ഉള്ളിൽ നിന്നൊരു ശബ്ദം കേട്ടു. ചെറിയ ഒരു ചിമ്മിനി വിളക്ക് കത്തിച്ചതുപോലെയുള്ള ചെറിയ വെളിച്ചത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ആ വീട്ടിന്റെ സൈഡിൽ ചെന്ന് നോക്കിയപ്പോൾ അതിന്റെ ഉള്ളിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം ശ്രദ്ധിച്ചു. വയസ്സായ ഒരു കിഴവിയായ ഉമ്മ തന്റെ മകളോട് പറയുന്നു, മകളെ, പാൽക്കാരൻ വരാനായി, നേരം വെളുക്കാറായി, എത്രയും പെട്ടെന്ന് എഴുന്നേറ്റുകൊണ്ട് ആ പശുവിനെ കറക്ക്. പശുവിനെ കറന്ന് അതിന്റെ പാലിൽ ഒരല്പം വെള്ളം ചേർക്ക്. പാൽക്കാരൻ വരുമ്പോഴേക്ക് അത് ചെയ്യണം. ഈ പെണ്ണ് പറയുന്നു, ഞാൻ ആ പണി ചെയ്യില്ല. പാലിൽ വെള്ളം ചേർക്കാൻ പാടില്ലെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞിട്ടില്ലേ ഇസ്ലാമിന്റെ ഭരണാധികാരി? ഞാൻ പാലിൽ വെള്ളം ചേർക്കില്ല. അത് പറ്റില്ല മോളെ, നമ്മുടെ ജീവിതം പട്ടിണിയാണ്. 2 ഗ്ലാസ് പാല് വിറ്റിട്ട് നമുക്കെങ്ങനെ ജീവിക്കാൻ കഴിയും? 1 ഗ്ലാസ് വെള്ളവും കൂടി അതിൽ ചേർക്ക്. 1 പൈസ പോലും വില മതിക്കാത്ത വെള്ളം അതിലേക്ക് ചേർത്താൽ 3 ഗ്ലാസ് പാലായി കിട്ടില്ലേ? നമ്മുടെ പട്ടിണി കൊണ്ടല്ലേ? ഉമറുണ്ടോ അതറിയാൻ പോകുന്നു. അപ്പോഴതാ പെൺകുട്ടി പറയുന്നു, ഞാൻ ഒരിക്കലും അതിൽ വെള്ളം ചേർക്കില്ല. അത് ഉമർ അറിഞ്ഞില്ലെങ്കിലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച റബ്ബ് അതറിയുകയില്ലേ? എന്താണ് റബ്ബിനോട് നമ്മൾ മറുപടി പറയുന്നത്? പട്ടിണി കിടന്ന് മരിച്ചാലും പാലിൽ വെള്ളം ചേർത്ത് കാശുണ്ടാക്കി ജീവിതം സുഭിക്ഷമാക്കണ്ട. ആ പെൺകുട്ടി പറഞ്ഞ മറുപടി കേട്ടപ്പോൾ സന്തോഷിച്ച ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ വീട് മാർക്ക് ചെയ്തു. അങ്ങനെ ഉടനെ തന്നെ വീട്ടിൽ ചെന്നിട്ട് തന്റെ മകനോട് പറയുന്നു, മോനെ, ദരിദ്ര കുടുംബമാണ്, മുഴുപട്ടിണിയാണ്, ജീവിക്കാൻ വകയില്ലാത്ത ഒരു കുടുംബമാണ്, ഒരു ഉമ്മയും മകളും മാത്രം ജീവിക്കുന്ന ഒരു വീടാണ്. എന്റെ മോൻ ആ പെൺകുട്ടിയെ വിവാഹം ചെയ്യാൻ കാരണം ദീൻ അവിടെ ഉണ്ട്. ആ പെൺകുട്ടിയിൽ ദീനുണ്ട്. ആ പെൺകുട്ടിയെ വിവാഹം ചെയ്യണമെന്ന് പറയുകയും ഉമറുൽ ഖത്താബിന്റെ മകൻ വിവാഹം ചെയ്യുകയും അതാ ആ ദീനുള്ള പെണ്ണിനെ തെരഞ്ഞെടുത്തപ്പോൾ അതിലാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. കൃഷിഭൂമി നന്നായപ്പോൾ അതിലുള്ള വിളവ് നന്നായത് കണ്ടില്ലേ? ഇന്നത്തെ തലമുറയോട് നമുക്ക് പറയാനുള്ള, നിർബന്ധിക്കാനുള്ള മേഖല,
മക്കളെ വിവാഹം ചെയ്തയക്കുമ്പോൾ ഇന്ന് മക്കള് തന്നെ കണ്ടുപിടിക്കുകയല്ലേ. ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ പറഞ്ഞേക്കുന്നു, അല്ലെങ്കിൽ മക്കളെ കയ്യിലേക്ക് നെറ്റ്വർക്ക് കൊടുക്കുന്നു. ഈ നെറ്റിലൂടെ ഫേസ്ബുക്കിലും മറ്റും കയറിയിട്ട് അവർ പലരെയും പരിചയപ്പെടുന്നു. എന്നിട്ട് ഉപ്പാനോട് വന്നിട്ട് പറയുന്നു, ഉപ്പാ നിങ്ങൾ എനിക്ക് കല്യാണം തിരഞ്ഞ് വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെയും കൊണ്ട് അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരനെയും കൊണ്ട് അതാ നാട് വിട്ട് ഒളിച്ചോടി പോകുന്നു. എറണാകുളം ജില്ലയുടെ ഒരു മൂലയിൽ മൂവാറ്റുപുഴക്ക് സമീപമാണ് ഞാൻ ജോലി ചെയ്യുന്ന മഹല്ല്. തിരൂര് പ്രദേശത്തുള്ള നല്ല ഒരു ദീനിയായ കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടി വിദ്യാഭ്യാസത്തിന്, ഭൗതിക വിദ്യാഭ്യാസത്തിന് വിട്ടു. ദീനുള്ളവർക്ക് പറ്റിയതല്ല ആ പണി. ദീനില്ലാത്ത ഭൗതികത്തിന്റെ പേരിൽ വരുന്ന അപകടം നിങ്ങൾ മനസ്സിലാക്കണം. പാണക്കാട് തങ്ങളുടെ നേതൃത്വത്തിൽ ആ പെൺകുട്ടിയെ നിക്കാഹ് ചെയ്തു കൊടുത്തു. തങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, ഇതില് സ്വഹീഹായ ഒരു നിക്കാഹ് നടന്നിട്ടുണ്ട് എന്ന് തെളിവ് ഉദ്ധരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഈ പെൺകുട്ടിയെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരൻ, സുമുഖനായ ചെറുപ്പക്കാരന് വിവാഹം ചെയ്തു കൊടുത്തിട്ടുണ്ട്. വിവാഹം ചെയ്ത് അന്ന് വീട്ടിലേക്ക് എത്തിയപ്പോ ഈ പെൺകുട്ടി മറ്റൊരു ചെറുപ്പക്കാരന്റെ കൂടെ ഇറങ്ങി തിരിച്ചു എന്റെ മഹല്ലത്തിൽ വന്ന് താമസിക്കുന്നു. ഒരു വർഷം കഴിഞ്ഞു. ഹലാലായ ഒരു നിക്കാഹ് നടന്നിട്ടുണ്ട് എന്ന് തെളിവ് കിട്ടിയ കാരണത്താൽ ഈ പെണ്ണ് മറ്റൊരാളുടെ നിക്കാഹിൽ കഴിയുന്ന പെണ്ണല്ലേ. ഈ ചെറുപ്പക്കാരനും അവന്റെ വാപ്പയും കുടുംബവും വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇവര് തമ്മിലൊന്ന് നിക്കാഹ് ചെയ്തു കൊടുക്കണം. ഞാൻ പറഞ്ഞു, ഖുലുഹുഹാ മിൻ നിക്കാഹിൻ വ ഇദ്ദത്തിൻ കിതാബിലുള്ളത് മറ്റൊരാളുടെ നിക്കാഹിലോ അല്ലെങ്കിൽ അയാൾ മരിച്ചിട്ട് തലാഖിലോ മരിച്ചിട്ടോ ഇദ്ദയിലിരിക്കുന്ന പെണ്ണിനെ നിക്കാഹ് നടത്താൻ പാടില്ല. ആ നിക്കാഹിൽ നിന്ന് ഒഴിവായി ഇദ്ദയും കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആ മരിച്ചതിന്റെ ഇദ്ദയും കഴിഞ്ഞ് സ്വതന്ത്രമായിട്ട് മറ്റൊരാൾക്ക് നിക്കാഹ് ചെയ്യാൻ പാടുള്ളൂ. നിക്കാഹ് നടത്തിത്തരാൻ പറ്റില്ല. അങ്ങനെ 2 വർഷത്തോളം ഈ കേരളത്തിലെ പല പണ്ഡിതന്മാരെടുക്കലും ചെന്നു, പല രാഷ്ട്രീയ നേതാക്കന്മാരും ഇടപെട്ടു. പാണക്കാട് വീണ്ടും ചെന്നു. ഒരു നിക്കാഹ് നടത്തി കൊടുത്തതിന്റെ പേരിൽ ഇവരെ തമ്മിൽ ബന്ധപ്പെടുത്താൻ സാധ്യമല്ല. പക്ഷേ ഇന്നും ആ ചെറുപ്പക്കാരനും ആ പെണ്ണും കഴിഞ്ഞുകൂടുന്നു. പ്രിയപ്പെട്ടവരെ, പഠിപ്പിക്കാൻ വിട്ടതിന്റെ പേരിൽ വന്ന അപകടമാണത്. ധാരാളം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ദീൻ പരിഗണിച്ചിട്ടില്ലെങ്കിൽ മക്കളെ ദീനിയായി പഠിപ്പിച്ച് ബോധവൽക്കരണം നടത്തണം. മകൾക്ക് ഭർത്താവിനെ തെരഞ്ഞെടുക്കുമ്പോ ദീനിയായ ഭർത്താവിനെയാകണം. ഭർത്താവ് തനിക്ക് വേണ്ട ഒരു പെണ്ണിനെ തെരഞ്ഞെടുക്കുമ്പോ ദീനുള്ള പെണ്ണാണോ എന്ന് തെരഞ്ഞു നോക്കണം. ഇത് പരിഗണിച്ചില്ലെങ്കിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സംഭവിക്കുമെന്ന് പറഞ്ഞത് ഇന്ന് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അനുഭവത്തിലും പത്രങ്ങളിലും. അപ്പൊ ഒന്നാമതായി കുടുംബകലഹത്തിന്റെ കാരണം ദീൻ വിട്ടുകളിച്ചതാണ്. അങ്ങനെ ദാമ്പത്യ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു വലിയ വിഷയമാണ്. 1 മണിക്കൂർ, കാമണിക്കൂർ, അരമണിക്കൂറോടൊന്നും ഇത് പറയാൻ പറ്റില്ല. കാരണം ഇസ്ലാമിക കർമ്മശാസ്ത്രം 4 സെക്ഷനാണ്. ഇബാദാത്ത്, മുനാക്കഹാത്ത്, മുആമലാത്ത്, ജിനായാത്ത്. ആരാധനാമുറകൾ, വൈവാഹികം, ഇടപാട്, ശിക്ഷാമുറകൾ. ഈ 4 സെക്ഷനാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രം. അതിൽ ഇബാദത്താണ് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജൊക്കെ ഇബാദത്തിലാണ്. മറ്റൊന്നാണ് വൈവാഹിക ജീവിതം. അതൊരു വലിയ സെക്ഷനാണ്. 4 സെക്ഷൻ ആകെയുള്ള കർമ്മശാസ്ത്രത്തിന്റെ 4 സെക്ഷനിൽപ്പെട്ട ഒന്നാണ് വൈവാഹിക ജീവിതം. അതൊരു മണിക്കൂറോട് പ്രസംഗിക്കാൻ പറ്റുമോ? അപ്പൊ ഈ വിഷയത്തിന്റെ എല്ലാ വശങ്ങളിലും എത്താൻ പറ്റില്ല. പലതും ഇവിടെ ഞാൻ വിട്ടുകളഞ്ഞിട്ടുണ്ട് എന്ന് എനിക്കെന്നെ ബോധ്യമാണ്. ഞാൻ അതിൽ ഏറ്റവും പ്രധാനമായി ഇന്ന് നടക്കുന്ന പത്രങ്ങളിലൂടെ നമ്മൾ വായിക്കുന്നു, രാജ്യത്ത് നടക്കുന്ന ആത്മഹത്യയുടെ 80% കുടുംബകലഹമാണെന്ന് സിറാജ് പത്രം റിപ്പോർട്ട് ചെയ്തത് നമ്മൾ വായിക്കുമ്പോൾ ഈ ആത്മഹത്യ വർദ്ധിക്കാനുള്ള കാരണം കുടുംബകലഹമാണെങ്കിൽ അതിന്റെ ഹേതു അല്ലാഹുവിന്റെ
അള്ളാഹുവിന്റെ ദീൻ വിട്ടതാ. ഇന്ന് നമ്മള് മകനിക്കെന്താ ജോലി, ഗൾഫുകാരനാണോ, ഭൗതിക ജോലിയുണ്ടോ, ഗവൺമെന്റ് എംപ്ലോയി ആണോ, ഇതൊക്കെ നോക്കിയിട്ട് വിവാഹം നടത്തുന്ന സാഹചര്യമാണ്. അള്ളാഹുവിന്റെ ദീന് വിട്ട് കളിക്കുകയാണ്. ചിലപ്പോൾ ആ മക്കളെ കൊണ്ട് കണ്ണീര് കുടിക്കേണ്ട അവസ്ഥയിലേക്ക് നീങ്ങുകയാണ് എന്നതുകൊണ്ട് ഭാവിയിലെങ്കിലും നമ്മൾ ചെറുപ്പക്കാരികളെ, നിങ്ങൾക്ക് വരുന്ന ഇണ ഇദാ ഖതബ അഹദുകും മിമ്മൻ തർലൗന ദീനഹു വഖുലുഖഹു, സ്വഭാവം നന്നാകണം. ഉമർ റളിയല്ലാഹു അൻഹു മകനെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിച്ചപ്പോഴും സഈദ് ഇബ്നുൽ മുസയ്യിബ് മകളെ കെട്ടിച്ചു കൊടുത്തപ്പോഴും പരിഗണിച്ചതുപോലെ ദാമ്പത്യ ജീവിതത്തിലേക്ക് വന്നിട്ടും വീടുകളിൽ കലഹമല്ലേ? ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹം, മക്കളും ബാപ്പയും തമ്മിൽ കലഹം, ഏത് കുടുംബത്തിലും പ്രശ്നങ്ങൾ. എന്താണ് ഇതിന് കാരണം? ദാമ്പത്യ ജീവിതത്തിൽ ഇസ്ലാം കൽപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് നമ്മൾ പഠിച്ചില്ല. വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് വൈവാഹിക ജീവിതം പഠിക്കൽ ശറഅ് നിർബന്ധമാക്കിയിട്ടില്ല. പക്ഷെ വിവാഹം ചെയ്യാൻ ഒരുങ്ങി തീരുമാനിച്ച് അതിലേക്ക് കടക്കുകയാണെങ്കിൽ ഏത് ഭാര്യ ഭർത്താക്കന്മാരും ദമ്പതികളും അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പാലിക്കേണ്ട നിബന്ധനകൾ പഠിച്ചിരിക്കണം. അത് നിർബന്ധമാണ്. അഡ്വാൻസായി പഠിച്ചു വെക്കണമെന്നില്ല. ആ വിഷയം ആവശ്യമായി വരുമ്പോ ആ ദാമ്പത്യ ജീവിതത്തിന്റെ അറിവ് അവർക്കുണ്ടാകണം. ഒരു ഭാര്യക്ക് എന്തെല്ലാം കടമകളുണ്ട്, ഒരു ഭർത്താവിന് എന്തെല്ലാം കടമകളുണ്ട്, ശറഅ് നിശ്ചയിച്ച കടമകൾ എന്തൊക്കെ എന്ന് നമ്മൾ അറിയണം. അപ്പോഴേ ദാമ്പത്യ ജീവിതം അള്ളാഹുവിന്റെ അടുക്കൽ പൊരുത്തപ്പെട്ടതാവുള്ളൂ. അല്ലെങ്കിൽ ഒരു പരിശുദ്ധ ഇസ്ലാം കൽപ്പിച്ച ആരാധനാമുറകളൊക്കെ മനുഷ്യൻ പ്രകൃതിയായി ഇഷ്ടപ്പെടാത്തതാണ്. നിസ്കാരം നമുക്ക് വലിയ താല്പര്യമുണ്ടോ? അല്ലാഹുവിനെ ഭയപ്പെടുന്നവർക്കല്ലാത്തവർക്കൊക്കെ നിസ്കാരം ഭാരമാണ്. ആലിമീങ്ങൾ, അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഉലമാക്കന്മാരും സാലിഹീങ്ങളുമായ ആളുകൾക്കേ ഉള്ളൂ നിസ്കാരം ഭാരമല്ലാത്തത്. അവർക്ക് എന്തുകൊണ്ട് ഭാരമല്ലാതെയായി പോയി? അല്ലാഹുവിനുള്ള ഭയം കാരണം ആ ഭാരം നീക്കി സന്തോഷം വന്നതാ. പ്രകൃതിയാ മനുഷ്യ പ്രകൃതി ഇഷ്ടപ്പെടാത്തതാണ്. സക്കാത്ത് കൊടുക്കാൻ ഇഷ്ടമുണ്ടോ? അധ്വാനിച്ചുണ്ടാക്കിയ, ഞാൻ അധ്വാനിച്ച പണമെടുത്തിട്ട് വെറുതെ അങ്ങ് കൊടുക്കണ്ടേ? അത് പലരും താല്പര്യപ്പെടുന്നതല്ല. നോമ്പ് നോൽക്കാൻ പലരും ഇഷ്ടപ്പെടുന്നതല്ല. വിശേഷിച്ച് 14 മണിക്കൂർ നോമ്പ് നോൽക്കണം. മഴക്കാലമായതുകൊണ്ടല്ലേ നമ്മൾ ക്ഷീണമറിയാത്തത്. നോമ്പ് നോൽക്കുന്നത് പ്രകൃതിയാ മനുഷ്യൻ ഇഷ്ടപ്പെടുന്നതാണോ? അല്ല. ഇങ്ങനെ ഏത് ആരാധന ചിന്തിച്ചാലും മനുഷ്യ പ്രകൃതി ഇഷ്ടപ്പെടുന്നതല്ല. മനുഷ്യ പ്രകൃതി ഇഷ്ടപ്പെടുന്ന ഒരൊറ്റ കർമ്മം നിക്കാഹ് മാത്രമാണ്. വൈവാഹിക ജീവിതം ഏത് മനുഷ്യനും പ്രകൃതിയായി ഇഷ്ടപ്പെടുന്നതാണ്. ആ ഇഷ്ടപ്പെട്ട ജീവിതം ഒരു ആരാധനയായി, ഒരു അമലായി, ഒരു ഇബാദത്തായി മാറാൻ അല്ലാഹുവും റസൂലും കൽപ്പിച്ചിട്ടുള്ള ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധന പാലിച്ചു മാത്രമേ ജീവിക്കാവൂ. ഒരു ഭർത്താവ് ജീവിതത്തിലേക്ക് ഭാര്യ കടന്നു വന്നാൽ ചിന്തിക്കണം കേട്ടോ. ഇന്ന് ഉച്ചക്ക് 12 മണിക്ക് ഒരു പെണ്ണിനെ ഒരാൾ നിക്കാഹ് ചെയ്താൽ, പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതുവരെ ഞാൻ 5 വഖ്ത് നിസ്കാരത്തിന്റെ മറുപടി പറഞ്ഞാൽ മതിയായിരുന്നു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് 10 വഖ്ത് നിസ്കാരത്തിന് ഞാൻ മറുപടി പറയണം. റമദാൻ മാസം എന്റെ നോമ്പിനെ കുറിച്ച് മറുപടി പറഞ്ഞാൽ മതിയായിരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ 2 റമദാനിന്റെ മറുപടി പറയണം. എന്റെ അത് എന്റെ നിസ്കാരത്തെ കുറിച്ച് അല്ലാഹു തആല എന്നോട് ചോദിക്കും, ഞാൻ അതിന്റെ മറുപടി പറയണം. അതേ സമയത്ത് എന്റെ ഭാര്യ എന്റെ ഖുസൂർ കൊണ്ട്, എന്തെങ്കിലും വീഴ്ച കൊണ്ട് നിസ്കാരം ഖളാക്കിയാൽ അതിനും കൂടി ഞാൻ ശിക്ഷിക്കപ്പെടും. എന്റെ ഭാര്യ നിസ്കാരം ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ചോദ്യം ചെയ്യപ്പെടും. അതിന്റെ മറുപടിയും ഞാൻ പറയണം. പെണ്ണ് നിസ്കരിക്കാത്തതിന് പെണ്ണിനെ ശിക്ഷിക്കുന്നത് പോലെ ആ പെണ്ണിന്റെ ഉത്തരവാദിത്തം അല്ലാഹു എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ തഫ്സീർ അനുസരിച്ച് അവർക്ക് കർമ്മശാസ്ത്രം പഠിപ്പിച്ചു കൊടുക്കണം, അദബും ചിട്ടയും പഠിപ്പിച്ചു കൊടുക്കണം. എന്റെ ഭാര്യ നരകത്തിൽ പോയി വീഴുന്നതിൽ എനിക്ക് പേടിയുണ്ടാകണം, ബേജാറുണ്ടാകണം. അവൾ നിസ്കാരം ഉപേക്ഷിച്ചാൽ എന്നെ ചോദ്യം ചെയ്യുമെന്ന പേടി എനിക്കുണ്ടാകണം. അപ്പൊ ഒരു ഭർത്താവ് 10 വഖ്ത് നിസ്കാരത്തിന് മറുപടി പറയണ്ടേ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ബാധ്യത എത്ര വലുതാണ്. വിവാഹ ജീവിതം മനുഷ്യ പ്രകൃതി ഇഷ്ടപ്പെടുന്നതാണെങ്കിലും
അല്ലാഹുവിന്റെ മുമ്പിൽ അതുകൊണ്ട് വല്ല സലാമത്തും കിട്ടണമെങ്കിൽ, പരലോകത്ത് സ്വർഗത്തിൽ സന്തോഷത്തോടെ കഴിഞ്ഞുകൂടണമെങ്കിൽ, നല്ല ദാമ്പത്യ ജീവിതത്തിന്റെ വഴി പരലോകത്ത് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ, വലിയ സ്ഥാനമാനങ്ങൾ കിട്ടണമെങ്കിൽ ദുനിയാവിൽ കുറച്ച് അധ്വാനിക്കേണ്ടതുണ്ട്, കഷ്ടപ്പെടേണ്ടതുണ്ട്. ഭാര്യമാര് തീരു വിട്ട് കളിച്ചാൽ ഭർത്താക്കന്മാര് മറുപടി പറയേണ്ടി വരും. ഗൾഫിലേക്ക് പോകുന്ന ഭർത്താക്കന്മാരെ, നിങ്ങളുടെ അഭാവം കാരണം സുരക്ഷിത കേന്ദ്രങ്ങളിൽ അവരെ നിർത്താതെയോ നിങ്ങളില്ലാത്ത അഭാവത്തിൽ അവർക്ക് വേണ്ട സംരക്ഷണത്തിന് പറ്റിയ മഹറമായ പുരുഷന്മാരില്ലാതെ ഏൽപ്പിച്ചു കൊടുക്കാതെ പോയാൽ, ഒരു പെണ്ണ് ഇവിടെ ചാടിപ്പോവുകയോ മറ്റൊരാളെ കൂടെ കിടന്ന് സല്ലപിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പെണ്ണിനെ കടുത്ത ശിക്ഷക്ക് വിധേയമാക്കുന്നത് പോലെ അല്ലാഹു തആല ഈ ഭർത്താവിനെയും കൂടി ശിക്ഷിക്കാൻ അത് കാരണമാകും. നമ്മുടെ ഒരു വീഴ്ച അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ബാധ്യതകളും ഹക്കുകളും കടപ്പാടുകളും മനസ്സിലാക്കാതെ പ്രവർത്തിച്ചാൽ അപകടപ്പെടും. ഇത് പഠിക്കണമെന്ന് മാത്രമേ ഞാനിപ്പോൾ എണ്ണി പറയുന്നുള്ളൂ. ഒരു 12ഓളം ഹക്കൂക്കുകൾ പറയാനുണ്ട്. അത് എണ്ണി പറയാൻ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. സമയം വളരെ പരിമിതമാണ്, ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കാനുണ്ട്. ഒന്ന് മാത്രം പറഞ്ഞു നിർത്തട്ടെ. ദാമ്പത്യ ജീവിതത്തിന്റെ തകരാറ് മുഴുവനും സ്നേഹമില്ലാത്തതിന്റെ പേരിൽ സംഭവിക്കുന്നതാണ്. തമ്മിൽ സംഭവിക്കുന്ന പല അപകടങ്ങളും ക്ഷമിക്കാനും സഹിക്കാനും കഴിയാത്തതിന്റെ പേരിൽ വരുന്നതാണ്. ഈ രണ്ട് പ്രധാന കാര്യങ്ങൾ ദാമ്പത്യ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് കടന്നു വന്നാൽ, ചെറുപ്പക്കാരാ നീ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആ പെണ്ണിന് നിറഞ്ഞ സ്നേഹം കൊടുക്കലാണ്. ആത്മാർത്ഥമായ സ്നേഹം ആ പെണ്ണിന് കൊടുക്കണം. പെണ്ണ് തിരിച്ച് ഇങ്ങോട്ടും. ഒരു ജീവിതത്തിന്റെ ഭദ്രതയ്ക്ക് ആദ്യം ആവശ്യം വരുന്നത് അതാണ്, സ്നേഹമാണ്. പലയിടത്തും ഇന്ന് നഷ്ടപ്പെട്ടതും അതാണ്. പരിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം അതല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീഅത്ത് പിൻപറ്റണമെങ്കിൽ, ഇത്തിബാഅ് പൂർത്തിയാകണമെങ്കിൽ തങ്ങളെ സ്നേഹിക്കണം. ഇവിടെ ചില മനുഷ്യന്മാര് പറയും അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? തങ്ങൾ കൊണ്ടുവന്ന ശരീഅത്ത് പിൻപറ്റലാണ് എന്ന് പരിമിതപ്പെടുത്തുന്ന ചില കൂട്ടരുണ്ട്. ഇടയ്ക്ക് വെച്ച് ഞാനൊന്ന് ചോദിച്ചോട്ടെ, അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ശരീഅത്ത് പിൻപറ്റലാണെങ്കിൽ സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് കാണാം. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഒരു മനുഷ്യൻ കള്ളു കുടിച്ചു. കുടിച്ച ആള് സഹാബി തന്നെയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഇടക്കൊക്കെ വരുന്ന ആളാണ്. ഒരു കുഗ്രാമത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. വല്ലപ്പോഴൊക്കെ ടൗണിലും മദീനത്തും വരികയുള്ളൂ. ടൗണിൽ വരുമ്പോൾ റസൂലുള്ളാഹിന്റെ അടുത്തൊന്ന് കയറിയിട്ട് ഇറങ്ങിപ്പോകും. അത്രയൊക്കെ അദ്ദേഹത്തിന് ബന്ധമുണ്ടാകൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നുബുവത്തിന്റെ ചാരത്ത് ഓരം പറ്റി ജീവിക്കുന്ന ഒരു സഹാബിയുടെ പക്കൽ ഇത് സംഭവിക്കുമോ? ഈ മനുഷ്യൻ കള്ളു കുടിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ആ മനുഷ്യന് 40 അടി അടിച്ചുകൊണ്ട് ഹദ്ദ് നടത്തി, ഇസ്ലാമിന്റെ ശിക്ഷാമുറ നടപ്പാക്കി. ഇതേ മനുഷ്യൻ കുറെ കഴിഞ്ഞപ്പോൾ വീണ്ടും കള്ളു കുടിച്ചു. കുടിച്ച സമയത്ത് അദ്ദേഹത്തെ രണ്ടാമത് വീണ്ടും ഹദ്ദ് എടുക്കുകയാണ്. ഈ സന്ദർഭത്തിൽ എന്തൊരു മനുഷ്യൻ, വൃത്തികേട്! ഒരു വട്ടം കള്ളു കുടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഹദ്ദടിച്ചിട്ട് ഈ മനുഷ്യൻ രണ്ടാമത്തെ കുടിച്ചില്ലേ, ഇയാളെ വീണ്ടും ഹദ്ദടിക്കേണ്ടി വന്നില്ലേ? വല്ലാത്തൊരു ഗുരുത്തം കെട്ട മനുഷ്യൻ തന്നെ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, യാ ഉമർ ലാ തൽഅനൂഹു ഫഇന്നഹു അഹബ്ബനി. ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസാണ്. യാ ഉമറു, ഏ ഉമറേ, ലാ തൽഅനൂഹു, ആ മനുഷ്യനെ നീ ശപിക്കല്ല ഉമറേ. ഫഇന്നഹു അഹബ്ബനി, അയാൾ എന്നെ സ്നേഹിക്കുന്ന മനുഷ്യനാണ്. സ്നേഹിക്കുക എന്നാൽ ഇത്തിബാഅാണെന്ന് പറയുന്നവരെ സഹീഹുൽ ബുഖാരിയിൽ നിന്ന് ഈ കള്ളു കുടിച്ച മനുഷ്യന് എന്നെ സ്നേഹിച്ച മനുഷ്യനാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഈ ഹദീസ് സഹീഹുൽ ബുഖാരിയിൽ നിന്ന് നിങ്ങൾ വെട്ടിക്കളയുമോ? കളയില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? പരിശുദ്ധ ഖുർആനിൽ കാണാം, യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين എന്ന ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ഫഖറുദ്ദീൻ റാസി തങ്ങൾ പറഞ്ഞതായി കാണാം.
എന്ത് ഈ ആയത്ത് ഇറങ്ങുന്നത് ഒരു സ്വഹാബിയുടെ പശ്ചാത്തലത്തിലായി ആയത്ത് ഇറങ്ങുന്നത്. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ വിശദീകരിച്ച് ഈ ആയത്തിനെ പറ്റി പറഞ്ഞു വന്നയിടത്ത് ഒരു സ്വഹാബിയുടെ കഥ പറയുന്നുണ്ട്. ഇമാം റാസി തങ്ങൾ തഫ്സീറുൽ കബീറിൽ പറയുന്നുണ്ട്. എന്താണ് ആ സ്വഹാബി ചെയ്ത പണിയെന്നോ? തോട്ടത്തിൽ കൃഷിക്ക് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കൃഷിക്ക് വെള്ളം കൊടുക്കുമ്പോഴാണ് ഒരു മകൻ ചെന്നിട്ട് പറയുന്നത്, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി പോയി. ഇതങ്ങ് പറഞ്ഞപ്പോ ആ സഹാബി ചോദിച്ചു, മോനെ നീ പറഞ്ഞത് ശരിയാണോ? അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി പോയോ? അതെ ഉപ്പാ, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി പോയി. ഈ സമയത്ത് ആ സഹാബി അവിടെ നിന്നിട്ട് പറയുകയാണ്, ഇമാം റാസി തങ്ങൾ ഈ ആയത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ്, അല്ലാഹുമ്മ അഅ്മിനി اللهم اعمني اللهم اعمني. 3 വട്ടം ആ സഹാബി അങ്ങായിരുന്നു, പഠിച്ചവരെ എന്നെ നീ കണ്ണുപൊട്ടനാക്കണേ, എന്നെ നീ കണ്ണുപൊട്ടനാക്കണേ, എന്നെ നീ കണ്ണുപൊട്ടനാക്കണേ അല്ലാ. എന്താ സംഭവിച്ചത്? അവിടെ വെച്ച് അയാളെ കണ്ണങ്ങോട്ട് പൊട്ടിപ്പോയി. ആ പൊട്ടിയ കണ്ണുമായി കൃഷിത്തോട്ടത്തിലേക്ക് നല്ല വെട്ടവും വെളിച്ചവുമുള്ള കണ്ണുകൊണ്ട് ചെന്ന സഹാബി തന്റെ മകന്റെ കൈ പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി കിടക്കുന്ന ജനാസ സംസ്കാരത്തിലേക്ക് തങ്ങളുടെ ജനാസയിൽ പങ്കെടുക്കാൻ ആ സഹാബി പൊട്ടിയ കണ്ണുമായിട്ട് തിരിച്ചെത്തി എന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ വ്യക്തമാക്കിയെങ്കിൽ പഠിപ്പിച്ചെങ്കിൽ ഇതേ സംഭവം അൽ വഫാ ബി അഹ്വാലിൽ മുസ്തഫയിൽ കാണുന്നത്. ഈ മകൻ ചെന്നിട്ട് പറയുന്നു, ഉപ്പാ അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി പോയി. ഈ കൊച്ചു കുഞ്ഞ് റസൂലുള്ളാഹി വഫാത്തായി എന്ന് പറഞ്ഞപ്പോ പാപ്പ അവിടെ ഇരിക്കുകയാണ്. അന്തം വിട്ടങ്ങ് പോയി അവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞു, മോനെ നീ പറഞ്ഞത് ശരിയാണോ? അതെ ശരിയാണ് ഉപ്പാ, റസൂലുള്ളാഹി വഫാത്തായി പോയി. മോനെ നീ പോയിട്ട് ആ കൂർത്ത കട്ടിയുള്ള കരിങ്കൽ പീസ് എടുത്തിട്ട് വാ. മകൻ ചെന്ന് കരിങ്കല്ല് കൊണ്ടുവന്നു. ആ കുഞ്ഞി കൈ കൊണ്ട് കരിങ്കല്ല് പിടിക്കാൻ മാത്രം ആഫിയത്തില്ലാത്ത പിഞ്ചു പൈതലിന്റെ കൈ കൊണ്ട് ആ ഉപ്പ പറയുന്നത്, മോനെ എന്റെ വലത് കണ്ണിൽ ആ കല്ലിന്റെ കൂർത്ത മുന കൊണ്ടൊന്ന് കുത്തടാ മോനെ. ആ മകൻ കണ്ണിലേക്ക് കുത്തി. ആ കുട്ടിയുടെ കുത്തുകൊണ്ട് പിതാവിന്റെ കണ്ണ് പൊട്ടി രക്തമൊലിച്ചു തടത്തിലൂടെ രണ്ടാമത്തെ കണ്ണിലും കുത്തടാ, എന്റെ ഇടത് കണ്ണിൽ നീ കുത്ത്. ആ കുഞ്ഞി കൈകൊണ്ട് ഉപ്പാന്റെ ഇടത് കണ്ണിൽ കുത്തി. ഇടത്തെ കണ്ണും പൊട്ടി രക്തമൊലിച്ചു. ആ കവിൾത്തടത്തിലൂടെ ചോര ചാരിട്ടൊഴുകിക്കൊണ്ട് ആ പിതാവ് തന്റെ മകന്റെ കൊച്ചു കുഞ്ഞിന്റെ കൈപിടിച്ച് നൊണ്ടി അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിലേക്ക് വന്നു. എന്നിട്ട് ആ പുന്നാര പിതാവ് പറയുന്നത്, ആ പ്രിയപ്പെട്ട വാപ്പ പറയുന്നത്, ഈ കണ്ണുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഉള്ള ഒരു ലോകത്തെ കണ്ടവനാണ് ഞാൻ. ഇനി റസൂലുള്ള ഇല്ലാത്ത ഒരു ലോകത്തെ ഈ കണ്ണുകൊണ്ട് കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ എവിടെയാണോ ഉണ്ടാകുന്നത് അവിടെ വെച്ച് മാത്രമേ ഞാൻ കണ്ണുകൊണ്ട് റസൂലുള്ളാഹിനെ നോക്കുകയുള്ളൂ, കാണുകയുള്ളൂ. ആ ഒരു ലോകം മാത്രം എനിക്ക് കണ്ടാൽ മതി എന്ന് പറഞ്ഞ സംഭവം ഇമാം റാസി ഈ ആയത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയെങ്കിൽ ഈ പറഞ്ഞ 2 സംഭവം അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിച്ചതാണോ? എന്റെ മരണ വാർത്ത കേട്ടാൽ കണ്ണ് കുത്തി പൊട്ടിക്കണം, അല്ലെങ്കിൽ കണ്ണ് പൊട്ടാൻ ദ്വാരക്കണം, റസൂലുള്ളാഹിന്റെ ശരീഅത്ത് പിൻപറ്റലാണോ? എന്താണ് ഇമാം റാസി ഈ സഹാബിയെ പറ്റി എഴുതി വെച്ചത്? തഫ്സീർ റാസിയിൽ ഫഇന്നഹു അഹബ്ബഹു ഹുബ്ബൻ ശദീദാ. ഈ കണ്ണ് പൊട്ടാൻ ഈ സഹാബി ദ്വാരക്കാനുള്ള കാരണം അയാൾ അല്ലാഹുവിന്റെ റസൂലിനെ വല്ലാതെ ശക്തിയായി സ്നേഹിച്ചുപോയി. ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ്. വിജയത്തിന്റെ നിദാനം സ്നേഹമാണ്, സന്തോഷമാണ്. അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചാൽ മാത്രമേ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ശരീഅത്ത് ജീവിതത്തിൽ പിൻപറ്റൽ ഉണ്ടാകുകയുള്ളൂ. എങ്കിൽ ദാമ്പത്യ ജീവിതത്തിന്റെ വിജയവും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹമാണ്. സ്നേഹത്തിലൂടെ മാത്രമേ കാര്യങ്ങൾ വിജയിപ്പിച്ചെടുക്കാൻ പറ്റൂ. ഒരു പെണ്ണിന് ആത്മാർത്ഥമായ സ്നേഹം നീ കൊടുക്കണം. എന്ത് കൊടുത്തിട്ടും കാര്യമില്ല സ്നേഹം അല്ലെങ്കിൽ. അപ്പൊ കുടുംബ ജീവിതത്തിന്റെ വിജയം സ്നേഹത്തിന് പേരാണ്.
അത് അങ്ങോട്ടും കൊടുക്കണം, അവിടുന്ന് ഇങ്ങോട്ടും കൊടുക്കണം. ആദ്യത്തെ രാത്രിയിൽ തന്നെ ഒരു ഭാര്യക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം, എന്റെ ഭർത്താവ് എന്റെ എല്ലാറ്റിനും മതി, എന്റെ ആവശ്യങ്ങൾ മുഴുവനും നിറവേറ്റി തരാൻ എന്റെ ഭർത്താവ് എനിക്ക് തികച്ചും മതിയായവനാണ്, എനിക്കിനി മറ്റൊരു ലോകം ചിന്തിക്കേണ്ടതില്ലെന്ന് നീ തെളിയിച്ചു കൊടുക്കുന്നതിൽ പരാജയപ്പെടരുത്. അവിടെയാണ് ഒന്ന് വിജയം. ഈ സ്നേഹം എവിടെ ഉണ്ടോ അവിടെ നീ ഉദ്ദേശിച്ച മേഖലയിലേക്ക് നിന്റെ ഭാര്യയെ എത്തിക്കാൻ കഴിയും. ഇത് ഇവിടുന്ന് അങ്ങോട്ട് വന്നിട്ട് തന്നെ രണ്ട് സൈഡ് വൺ വേ അല്ലേ ഇത്. മറ്റൊന്ന് പരമാവധി അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഇന്ന് ഇല്ലാത്ത പലതിൽ ടൈമില്ലാത്തത് കൊണ്ട് 5 മിനിറ്റ് കൊണ്ട് ഞാൻ അതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഇത് വിശാല വിഷയമാണ്. 1 മണിക്കൂർ കൊണ്ട് എനിക്ക് തന്നിട്ടുള്ളത് കുടുംബകലഹമാണ്, പക്ഷേ അത് പറയാനുള്ള ടൈം ഇല്ലാത്തതാണ്. ഇത് 3 ദിവസവും ഇവിടെ നടന്ന വിഷയം. ഇതാണെങ്കിൽ തന്നെ എവിടെയും പറഞ്ഞു എത്തിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ദുസ്വഭാവം ഭർത്താവിൽ നിന്നുണ്ടാകുന്ന ദുസ്വഭാവങ്ങൾ ഭാര്യയും ക്ഷമിക്കാൻ തയ്യാറല്ല. അവിടെയാണ് കുടുംബങ്ങൾ പൊട്ടി ചീറ്റി കലഹങ്ങളിൽ എത്തുന്നത്. ഖുർആനിൽ കാണാം, ഫൻകിഹൂ മാ ത്വാബ ലക്കും മിനൻ നിസാഇ മസ്നാ വതുലാസ വറുബാ ഫഇൻ ഖിഫ്തും അല്ലാ തഅദിലൂ ഫവാഹിദ. നിങ്ങൾ 2 എണ്ണം വിവാഹം ചെയ്തോ, 3 എണ്ണം വിവാഹം ചെയ്തോ, 4 എണ്ണം വരെ ആയിക്കോ എന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാവരും 2 എണ്ണം കെട്ടല് നിർബന്ധമാണെന്നല്ല. ഒരു സാഹചര്യം വന്നാൽ വേണമെങ്കിൽ കെട്ടിക്കോ. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ, ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ, പ്ലാറ്റ്ഫോമിലേക്ക് കടന്നാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും, ഒരു ബക്കറ്റിൽ കുറച്ച് മണലിട്ടിട്ട് ഇവിടെ തുപ്പുക എന്ന് എഴുതിയിട്ടുണ്ടാകും. അതിനർത്ഥം ഇവിടെ തുപ്പിയിട്ടേ പോകാൻ പാടുള്ളൂ എന്നാണോ? ആവശ്യം വന്നാൽ തുപ്പേണ്ടി വന്നാൽ നിങ്ങൾക്ക് ഇവിടെ തുപ്പാം. നിങ്ങൾ എന്ത് ചെയ്യണ്ട, അനധികൃതമായി പ്ലാറ്റ്ഫോമിൽ എവിടെയെങ്കിലും തുപ്പിയിട്ട് വൃത്തികേടാക്കണ്ട, നിങ്ങൾ ഇവിടെ തുപ്പിക്കോ എന്നല്ലേ. 2 പെണ്ണ് ഒരാൾക്ക് വിവാഹം ചെയ്യാമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവിഹിതമായ മേഖലകളിൽ തുപ്പിയിട്ട് വൃത്തികേടാക്കണ്ട. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഒരു പെണ്ണിനെയും കൂടി നിക്കാഹ് ചെയ്ത് സ്വീകരിച്ചോ എന്ന് നിയമത്തിന് വിധേയമായി പറഞ്ഞു കൊടുത്തിട്ട് ഇസ്ലാമിന്റെ ബഹുഭാരിത്വത്തെ കുറ്റപ്പെടുത്തുന്നവരുണ്ട്. ഖുർആൻ പറഞ്ഞു നിങ്ങൾ 2 എണ്ണം കെട്ടിക്കോ, 3 എണ്ണം ആവാം, ഒരേ സമയത്ത് 4 എണ്ണം വരെയാകാം. ഫഇൻ ഖിഫ്തും അല്ലാ തഅദിലൂ, നീതി പുലർത്താൻ കഴിയില്ലെങ്കിൽ ഫവാഹിദ, ഒന്ന് മതി. എന്താ നീതി? നീതി പുലർത്തൽ എന്താ? അത് 2 എണ്ണം കെട്ടി നോക്കി അറിയാം കൂടുള്ളതിന്റെ വിഷത്തിന്റെ കടുപ്പ് എത്ര ഉണ്ട് എന്നുള്ളത്. അത് 2 എണ്ണം കിട്ടുമ്പോഴേ അറിയുള്ളൂ. ഇപ്പൊ ഇങ്ങനെ സാധുവായി കഴിഞ്ഞുകൂടുകയാണ്. ഇത് എത്ര കണ്ട് ഉഷാറാന്ന്, നിന്റെ ഭാര്യ എത്ര ഉഷാറുണ്ട്, അതിലെത്ര വിഷം കടുപ്പമുണ്ട് എന്നറിയണമെങ്കിൽ ഒന്നും കൂടി കെട്ടണം. എന്നാൽ കെട്ടിയാൽ നീതി പുലർത്തുക എന്ന് പറഞ്ഞാൽ ഒരേ രൂപത്തിലുള്ള വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ പലർക്കും കഴിയും, ഒരേ രൂപത്തിലുള്ള വീട് വെച്ചു കൊടുക്കാനും കഴിയും, പലർക്കും അതിന് സാധിക്കും, ഭക്ഷണം കൊടുക്കാനും കഴിയും, അതൊക്കെ കഴിയും. പക്ഷേ കഴിയാത്ത ഒരു രീതിയുണ്ട്. എന്താണ്? ഒരു പെണ്ണിനെ ഒരാള് റസാനത്തിൽ പറഞ്ഞില്ലേ, ഒരു പെണ്ണ് 2 പെണ്ണ് ഒരാള് കെട്ടിയിട്ട് ആ സ്വഭാവം ദൂഷ്യമാണെങ്കിൽ, 2 പേരുടെയും സ്വഭാവം ദൂഷ്യമാണെങ്കിൽ ഒരു ഉറുമ്പിനെ പോലെയാണ്. ഒരു പൈപ്പ്, ഒരു മരത്തിന്റെ കഷ്ണം, ആ മരത്തിന്റെ 2 അറ്റത്തും തീ പിടിച്ചിട്ട് 2 ഭാഗവും കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മരക്കഷ്ണത്തിന്റെ മുകളിൽ കുടുങ്ങിയ ഉറുമ്പ് ഇങ്ങോട്ട് പോയാ തീയിൽ പോയി കരിയും, ഇങ്ങോട്ട് പോയാ തീയിൽ പോയി കരിയും എന്നതുപോലെയാണ്. 2 പെണ്ണ് കെട്ടിയിട്ട് 2 പെണ്ണും സ്വഭാവ ദൂഷ്യമാണെങ്കിൽ ആ മനുഷ്യന്റെ കഥ എന്ന റസാനത്തിൽ പറഞ്ഞതുപോലെ, പ്രിയപ്പെട്ടവരെ, 2 പെണ്ണ് ഒരാളെ വിവാഹം ചെയ്താൽ, ഞാനിപ്പോൾ എന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ രാത്രി സമയത്ത് കുറച്ച് വൈകിട്ടാ വരുന്നത്. അപ്പൊ എന്നോട് പെണ്ണുങ്ങൾ ചോദിക്കുക, എന്തിയാമെന്ന് ഇത്ര വൈകിയത്? അപ്പൊ ഇന്ന് വയത് കുറച്ച് നീണ്ടുപോയി. ഒരു പരാതിയില്ല. ഞാൻ ചെന്ന് വാതിൽ തുറന്ന് കിടന്നുറങ്ങി. വല്ല ചായ വേണോ, കട്ടൻ ചായ വേണോ എന്നൊക്കെ ചോദിച്ച് ചായയൊക്കെ വാങ്ങി തന്ന റാഹത്തായിട്ട് സന്തോഷത്തോടെ കിടന്നുറങ്ങി. നേരം വെളുത്തപ്പോ ഇന്നലെ രാത്രി ഒരുപാട് സമയം കഴിഞ്ഞിട്ടാ ഉറങ്ങിയത്. നേരം വെളുത്തപ്പോൾ ഞാൻ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് കിടന്നപ്പോ അങ്ങ് ഉറങ്ങിപ്പോയി. ഉറങ്ങാൻ വിചാരിച്ചതിൽ പത്രം വായിച്ച് അങ്ങനെ കിടന്നപ്പോ അങ്ങോട്ട് ഉറങ്ങിയതാ. ആർക്കും പരാതിയില്ല. അതേ സമയത്ത് ഞാൻ വേറൊരു വിവാഹം കഴിഞ്ഞിട്ടുണ്ട്. സത്യത്തിന് ഞാൻ പറഞ്ഞത് വയന്ന് ദീർഘിച്ചിട്ട് തന്നെയാ നേരം വെക്കിയത്. എങ്കിലും വീട്ടിൽ ചെന്നാൽ അവിടെ ചെന്നിട്ട് പത്രം വായിച്ചപ്പോ ഞാൻ ആ സിറ്റ് ഔട്ടിൽ കിടന്നിട്ട് അങ്ങനെ ഉറങ്ങിയപ്പോ ഉറങ്ങാനാണ് എന്നിട്ട് വന്നിരുന്നത്. ഇന്നലെ മുഴുവൻ അവിടെ കിടന്ന് ഉറക്കം വെച്ചിട്ട് ഉറങ്ങാൻ വന്നിട്ട് എന്നിട്ട് എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണിന്റെ വിഷമിളകും. ഇത് നിനക്ക് സഹിക്കാൻ കഴിയുമോ? വാഹിദ, കഴിയില്ലെങ്കിൽ ഒന്ന് മതി. അതാണ് ഏറ്റവും വലിയ നീതി.
നീ 2 വിവാഹം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നിന്റെ ഭാര്യയിൽ നിന്ന് വരുന്ന ദുസ്വഭാവത്തെ നിനക്ക് ക്ഷമാപൂർവം കൈകാര്യം ചെയ്യാൻ കഴിയുമോ എന്നതാണ് ഏറ്റവും വലിയ നീതി. എന്ന് പറഞ്ഞെടുത്ത് നീതി കൊണ്ട് ഉദ്ദേശിക്കുന്ന ഏറ്റവും വലിയ നീതി ഭാര്യയുടെ ദുസ്വഭാവത്തെ ക്ഷമിക്കുകയാണ്. ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പലർക്കും കഴിയൂല, ഇവിടെ വീടുണ്ടാക്കി കൊടുക്കാനും കഴിയൂലേ. അതൊക്കെ നീതിയാണ്, അത് നീതി പ്രകാരം ചെയ്യേണ്ടതുമാണ്. പക്ഷേ അത് മാത്രമല്ല, അതിനേക്കാൾ ഗൗരവം അവന്റെ നാവ് അടക്കലാണ്, നാവ് ക്ഷമിക്കലാണ്. ഇത് പലർക്കും കഴിയില്ല. പറഞ്ഞാൽ ചിലപ്പോൾ അതിനെതിര് പറയും. 2 എണ്ണം പറയും, 2 എണ്ണം പറഞ്ഞാൽ 4 എണ്ണം പറയും, 4 എണ്ണം പറഞ്ഞാൽ 8 എണ്ണം പറയും, അപ്പൊ 16 എണ്ണം പറയും. ഖിയാമത്ത് നാൾ വരെ പെണ്ണിനെ തോപ്പിക്കാൻ പറ്റും നിങ്ങൾ വിചാരിക്കണ്ട. അത് നടക്കണ കേസല്ല, ഈ ദുനിയാവെന്ന് നടക്കണതല്ലത്. ഖുലിഖൽ ഇൻസാനു ലഈഫാ ഐ ലാ യസ്ബിറു അലാ സൗജതിഹി. മുഫസ്സിരീങ്ങൾ പറഞ്ഞതായി കാണാം, ഇത് ആദം നബിയെ പഠിപ്പിച്ച സാധനമാണ്. ആദം നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ട് ഒരു കസേരയിൽ ഇരിക്കുമ്പോ കണ്ണ് തുറന്നു നോക്കിയപ്പോ നല്ല സുന്ദരിയായ ഒരു പെണ്ണ് മറുവശത്തിരിക്കുന്നു. ആദം നബി കണ്ണ് തുറന്നപ്പോ ഇതാ കണ്ടത്. ലിമനന്തി ആർക്കുള്ളതാണെന്ന് ചോദിച്ചപ്പോ ഞാൻ നിങ്ങൾക്കുള്ളതാണ്. അങ്ങോട്ട് പ്രശ്നമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നോളി. അതാണ് ഈ സാധനം. അതുകൊണ്ട് ഇത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സാധനമാണ്, അല്ലെങ്കിൽ വലിയ അപകടവും വരും. ദാമ്പത്യ ജീവിതത്തിന്റെ തകരാറിന്റെ ഏറ്റവും പ്രധാനമായ കാരണം 2 കൂട്ടർക്കും ക്ഷമിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഭർത്താവിൽ നിന്ന് ദുസ്വഭാവം വന്ന ഭാര്യയും ക്ഷമിക്കണം, ഭാര്യയിൽ നിന്ന് വരുന്ന ദുസ്വഭാവം ഭർത്താവും ക്ഷമിക്കണം. പെണ്ണുങ്ങളെ നിരാശപ്പെടണ്ട, പെണ്ണുങ്ങൾക്ക് വലിയ സ്ഥാനം ഖുർആൻ തന്നിട്ടുണ്ട്. നിങ്ങളുടെ മഹത്വം വളരെ വലുതാണ്, നിങ്ങളെ മഹത്വം വളരെ വലുതാണ്, വളരെ വലുതാണ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിൽ ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനീങ്ങളോട് മാതൃകയാക്കാൻ പറഞ്ഞത് 2 പുരുഷന്മാരെ കാണിച്ചു കൊടുത്തുകൊണ്ടല്ല, 2 പെണ്ണുങ്ങളെ കാണിച്ചു കൊടുത്തിട്ടാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ദറബല്ലാഹു മസലൻ ലില്ലദീന ആമനൂ ഇംറഅത ഫിർഔന ഇദ് قالت رب ابن لي عندك بيتا في الجنة. അല്ലാഹു ഉപമപ്പെടുത്തിയത് ലില്ലദീന ആമനൂ, ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല മാതൃകയാക്കി പറഞ്ഞു കൊടുത്തത് ഇംറഅത്തി ഫിർഔന, ആസിയ ബീവിനെ വെച്ചിട്ടാണ്. ആസിയ ബീവിനെ കണ്ടുപഠിച്ചോ, ആസിയ ബീവിനെ മാതൃകയാക്കിക്കോ. രണ്ടാമത്തത് മറിയം ബീവിനെ, ഇമ്രാന്റെ ഭാര്യ മകൾ മറിയം ബീവിനെ മാതൃകയാക്കിക്കൊണ്ടാണ് 2 പെണ്ണുങ്ങളെ കാണിച്ചു കൊടുത്ത ചരിത്രം സൂറത്തിൽ അല്ലാഹു തആല പറഞ്ഞിട്ടില്ലേ. അപ്പൊ 2 പെണ്ണുങ്ങളെ ഉയർത്തി കാണിച്ചു കൊടുത്തുകൊണ്ട് ഈ പെണ്ണുങ്ങളെ കണ്ടുപഠിച്ചോ, ഈ പെണ്ണുങ്ങളെ മാതൃകയാക്കിക്കോ എന്ന്. ളറബല്ലാഹു മസലൻ ലില്ലദീന ആമനൂ ഇംറഅത ഫിർഔന ഇദ് ഖാലത് റബ്ബി ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്നതി വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. വളറബല്ലാഹു മസലൻ ലില്ലദീന ആമനൂ ഇംറഅത ഇംറാന റബ്ബി ഹബ്ലി. പരിശുദ്ധ ഖുർആനിൽ അവിടെ പറയുന്നത്, ആ സൂറത്ത് അവസാനിപ്പിക്കുന്നത് മറിയം ബീവിയുടെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ ആസിയ ബീവിനും മറിയം ബീവിനും മാതൃകയാക്കാൻ ലോകത്തോട് പറഞ്ഞെങ്കിൽ 2 പുരുഷന്മാരെ മാതൃകയാക്കാൻ അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വലിയ സ്ഥാനമാണ് അല്ലാഹു തആല തന്നത്, പക്ഷേ അതോടുകൂടി കുറെ ദൂഷ്യങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഈ ദൂഷ്യങ്ങൾ പുരുഷന്മാരാദ്യം എന്ത് ചെയ്യണം? അവർ ക്ഷമിക്കണം, സഹിക്കണം. ഒന്നാമതായി ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു എന്തുകൊണ്ട് ഇത്രയും ഉന്നതമായ സ്ഥാനത്തെത്തി? ഖുതുബീങ്ങളിൽപ്പെട്ട ആളാണ്. അഖ്താബുൽ അർബഅ അവിൽ അഖ്താബിസ് സിത്ത, 4 or 6 ഖുതുബീങ്ങളിൽ ഏറ്റവും പ്രധാനിയായ മഹാനാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ ശൈഖ് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളാ ശരീഫിന്റെ മുന്നിൽ ചെന്നുകൊണ്ട് ഫീ ഹാലത്തിൽ ബുൽദി റൂഹി കുന്തു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി ഫഹാദി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹളറത് ഫംദുദ് യദൈക ലികൈ തുഹ്ളാ ബിഹാ ശഫതി. തങ്ങളെ കൈയൊന്ന് എനിക്ക് നീട്ടിത്തരൂ നബിയേ,
ഞാനൊന്ന് ചുംബിക്കട്ടെ നബിയേ എന്ന് പറഞ്ഞപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായി റൗളാ ശരീഫിന്റെ ഉള്ളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ കൈ ഭൗതിക ലോകത്തേക്ക് നീട്ടിക്കൊടുക്കുകയും ആ ഖബറിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് വിലപിച്ച് കണ്ണുനീരൊലിക്കുന്ന റിഫായി ശൈഖ് തങ്ങള് ചുംബിച്ചു. ആ കൈ പിടിച്ച് മുത്തം വെച്ചു. പഠിച്ചവനെ റിഫായി ശൈഖ് തങ്ങളെ ബർക്കത്തുകൊണ്ട് ഈ റമളാനിന്റെ ഏതെങ്കിലും ഒരു രാത്രി തങ്ങളെ വന്ന സ്വപ്നത്തിലെങ്കിലും കാണിച്ചു തരണേ അല്ലാഹ്. ഇത്രയും വലിയ മഹത്വം കാണിച്ച അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ ചൊല്ലിയ പദ്യം റൗളാ ശരീഫിന്റെ മുകളിൽ എഴുതി വെച്ചിരുന്നു. ഫൈസൽ രാജാവ് സൗദി ഭരിക്കുന്ന കാലത്താണ് അത് റൗളയുടെ മുകളിൽ നിന്ന് മായ്ക്കപ്പെട്ടതെന്നാണ് ചരിത്രം. അതുവരെ റൗളയുടെ മുകളിൽ ഈ പദ്യം എഴുതി വെച്ചിട്ടുണ്ട്. ഡസൻ കണക്കിന് കിതാബുകളിൽ ഈ പദ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജാമിഉൽ കറാമാത്തിൽ ഔലിയായിലുണ്ട്, സഅദത്തുദ് ദാറൈനിയിലുണ്ട്, അനവധി കിതാബുകളിൽ ഈ പദ്യമുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിൽ ചെന്നുകൊണ്ട് ആ ഖബർ ശരീഫിൽ ചെന്നുകൊണ്ട് തങ്ങളെ കൈയൊന്നെനിക്ക് നീട്ടിത്തരൂ നബിയേ എന്ന് പറഞ്ഞപ്പോ ആ കൈ നീട്ടിക്കൊടുത്തു. അല്ലാഹുൽ കബീർ റിഫായി ചുംബിച്ചു. ഈ പദവിയിലേക്ക് താനെത്താനുള്ള കാരണം പറഞ്ഞിടത്ത് പറയുന്നത് കാര്യമായ പങ്ക് തന്റെ ഭാര്യയാ. എന്തേ ഭാര്യക്ക് ഒരുപാട് ബദിയത്തുൽ ലിസാനാണ്, നാവ് വളരെ മോശമാണ്. മാത്രമല്ല അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ ഭാര്യക്ക് വളരെ ദുസ്വഭാവങ്ങൾ പലതുമുണ്ട്. ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ ശരീരത്തിൽ വഫാത്തിന്റെ സന്ദർഭം വരുമ്പോ ശരീരത്തിൽ അള്ളാഹ് പടച്ച ചർമ്മത്തിന്റെ കളറ് കാണാനില്ലായിരുന്നു. മുഴുവനും കരിഞ്ഞ് കറുത്തു പോയിരുന്നു. എന്താണതിന് കാരണം? തന്റെ ഭാര്യ അടുപ്പിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കൊള്ളി കൊണ്ടുവന്നിട്ട് അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ ശരീരത്തിൽ വെച്ച് പിടിപ്പിക്കും. ആ മാംസം ഇങ്ങനെ പഴുത്ത് വാസനിക്കാൻ തുടങ്ങി, കരിഞ്ഞു മണക്കാൻ തുടങ്ങി. ചർമ്മങ്ങൾ മുഴുവനും കരിഞ്ഞു പോയി. ഏത് സമയത്തും അടുപ്പിൽ തീ കത്തുന്നുണ്ടെങ്കിൽ അതൊന്നെടുത്ത് കൊണ്ടുവന്നിട്ട് റിഫായി ശൈഖിന്റെ ശരീരത്തിൽ വെച്ച് പിടിപ്പിക്കും. ആ ശരീരം കരിച്ച് എല്ലാ സ്ഥലവും കരിഞ്ഞു പോയി. ഒരു ദിവസം അതാ അഹ്മദുൽ കബീർ തങ്ങളും റിഫായി ശൈഖ് തങ്ങളും ഭാര്യയും കൂടി ഇരുന്ന് സംസാരിക്കുമ്പോ അവർക്ക് കാണാൻ പറ്റിയ കുടുംബത്തിൽപ്പെട്ട ഒരാള് അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ഈ പെണ്ണങ്ങ് എഴുന്നേറ്റ് പോയി. എങ്ങോട്ടാ പോയത് ആർക്കും അറിഞ്ഞൂടാ. കുറച്ചു കഴിഞ്ഞപ്പോ അടുപ്പിൽ കത്തുന്ന ഒരു തീക്കൊള്ളിയും പിടിച്ചിട്ടാ ഈ പെണ്ണ് വരുന്നത്. എന്തേ ഈ പെണ്ണ് പോകാൻ കാരണം? എല്ലാ സ്ഥലവും കരിഞ്ഞുപോയി, മാംസം വെന്തുപോയി, ചർമ്മം കറുത്തുപോയി. ശരീരത്തിന്റെ സൃഷ്ടിപ്പിന്റെ യഥാർത്ഥ രൂപം എവിടെയുമില്ല. ഒരു 25 പൈസ വട്ടത്തിൽ ഒരു സ്ഥലം ഈ പെണ്ണ് എവിടെയോ കണ്ടുപോയി. ഈ തട്ടാത്ത സ്ഥലം, ഒരു 25 പൈസ വട്ടത്തിലുള്ള ഒരു സ്ഥലം ശരീരത്തിൽ എവിടെയോ ഈ പെണ്ണിന്റെ ശ്രദ്ധയിൽ പെട്ടപ്പോ അത് പെട്ട പാട് ഓടിപ്പോയതാണ്. അടുപ്പിൽ ചെന്നിട്ട് തീക്കൊള്ളി എടുത്തു കൊണ്ടുവന്നിട്ട് അവിടെയും വെച്ച് പിടിപ്പിച്ചു. ഇതൊക്കെ അങ്ങ് സഹിച്ചു കൊടുത്തു, ഒരു എതിർപ്പും പറഞ്ഞില്ല. ഈ സന്ദർഭത്തിൽ കൂടെ നോക്കി നിൽക്കുന്ന തന്റെ മുരീദ് പറയുന്നു, ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ, അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ, ഇമ്മാതിരി പെണ്ണിനെ വെച്ചുകൊണ്ടിരിക്കണോ നിങ്ങള്? ആ പെണ്ണിനെ അങ്ങ് തൊലാക്ക് ചൊല്ലി വിട്ടൂടെ? ആ പെണ്ണിനെ എന്തെങ്കിലും ഒരു പാരിതോഷികം കൊടുത്തുകൊണ്ട് അവളെ വഴിയാധാരമാക്കണ്ട. അവൾക്ക് ജീവിക്കാൻ ആവശ്യമായ വരുമാന മാർഗങ്ങളൊക്കെ ഞാൻ കൊടുത്തുകൊള്ളാം. ഉസ്താദിന്റെ അടുത്ത് കൊടുക്കാനില്ലെങ്കിൽ ഞാൻ കൊടുത്തുകൊള്ളാം. അതുകൊണ്ട് ആ പെണ്ണിനെ വഴിയാധാരമാക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അപേക്ഷിച്ചപ്പോ വേണ്ടടാ അവിടെ നോട്ടെ എന്ന് പറഞ്ഞു. രണ്ടാമത് വീണ്ടും ഇയാൾ നിർബന്ധിച്ചപ്പോ അവിടെ നോട്ടു എന്ന് പറഞ്ഞു. മൂന്നാമത് ഇത് കാണാൻ സാധ്യമല്ല, ഈ ദുരന്തം ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. കുറെ കാലമായി കാണാൻ തുടങ്ങിയിട്ട്. ഉസ്താദേ, ആ പെണ്ണിനെ ഒഴിവാക്കിയേക്ക്, എന്തെങ്കിലും കൊടുക്കാം. ഉസ്താദിന് എടുത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ ഞങ്ങൾ കൊടുത്തോളാം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചപ്പോ ഇറങ്ങടാ എന്റെ ഹദറത്തിൽ നിന്ന്. ഓരോ ദിവസവും എന്റെ പദവി ഉയർത്തി കൊണ്ടുവരുന്ന ഈ പെണ്ണിനെ ഒഴിവാക്കാനാണോ നീ പറയുന്നത്? ഈ പെണ്ണിനെ കൊണ്ടാണ് റബ്ബ് എന്റെ പദവി ഉയർത്തിത്തരുന്നത്. ഈ പെണ്ണിൽ നിന്ന് വരുന്ന ദുസ്വഭാവങ്ങളെ ഞാൻ ക്ഷമിച്ചപ്പോൾ അല്ലാഹു എന്റെ പദവി ഉയർത്തിത്തരികയാണ്.
എന്റെ ആഖിറത്തിന്റെ ദർജയും പദവിയും ഉയർത്തിത്തരാൻ പ്രവർത്തിക്കുന്ന ഈ പെണ്ണ്, അതിന്റെ പേരിൽ ഞാൻ ക്ഷമിച്ചപ്പോ എനിക്ക് സ്വർഗത്തിലെ പദവി ഉയർത്തിത്തരാൻ കാരണമായത്, ഇന്ന് എനിക്കുള്ള എല്ലാ സ്ഥാനമാനങ്ങളും ലഭിക്കാൻ കാരണമായ എന്റെ കരളിന്റെ കരളായ പെണ്ണിനെ ഉപേക്ഷിക്കാനാണോ നീ പറയുന്നത്? അതുകൊണ്ട് പോടാ എന്റെ ആഖിറത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ട് ആ മുരീദിനെ അടിയോടിച്ചു. ഇത് ചരിത്രത്തിൽ വായിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. നമ്മുടെ ജീവിതത്തിൽ പരമാവധി വിട്ടുവീഴ്ചകൾ ചെയ്യണം, പരമാവധി വിട്ടുവീഴ്ചകൾ ചെയ്യണം. എന്തു വേണം? ആരാണ് ഭർത്താവ്, ആരാണ് ഭാര്യ എന്നതിന്റെ പദവി ആദ്യം പഠിക്കണം. അങ്ങനെ ദാമ്പത്യ ജീവിതത്തിലേക്ക് വന്നാൽ എന്തൊക്കെയാണ് കടമകൾ എന്ന് പഠിക്കണം. ആ കടമ പാലിച്ചില്ലെങ്കിൽ റബ്ബിന്റെ അടുക്കൽ ഉണ്ടാകുന്ന ശിക്ഷ എന്താണെന്ന് മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ഫാത്തിമത്തു സുഹ്റ റളിയല്ലാഹു അൻഹാ ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിൽ വന്നപ്പോ കണ്ണ് വല്ലാതെ ചുവപ്പ് നിറമായിട്ടുണ്ട്. പെണ്ണുങ്ങളെ ശ്രദ്ധിക്കണേ, കണ്ണ് വല്ലാതെ ചുവപ്പ് നിറമായിട്ടുണ്ട്. ഇങ്ങനെ കണ്ണ് ചുവന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മകളെ ഫാത്തിമ, എന്താണ് നിന്റെ കണ്ണ് ചുവന്നത്? ചുവന്ന നിറമായിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട ഫാത്തിമത്തു സുഹ്റ പറയുകയാണ്, സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗനിവാസിയായ പെണ്ണുങ്ങളുടെ നേതാവാണ് ഫാത്തിമത്തു സുഹ്റ. അതുകൊണ്ട് ഇത്ര വലിയ പദവിയുള്ള മകളായ ഫാത്തിമ ബീവി പറയുന്ന മറുപടി, ഞാനും എന്റെ ഭർത്താവായ അലിയും കൂടി തമാശ പറഞ്ഞു ചിരിച്ചു. ഞാൻ കുറച്ച് കൂടുതൽ ചിരിച്ചുപോയി. ചിരിച്ച് എന്റെ കണ്ണ് ചുമന്നതാണ്. ഇപ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മകളെ ഫാത്തിമ, നീയും നിന്റെ ഭർത്താവും കൂടി തമാശ പറഞ്ഞ് ചിരിച്ചു, നല്ല പണിയാണ്. ആ പുഞ്ചിരിക്ക് നിനക്ക് കൂലി കിട്ടുന്നതാണ്, നല്ലതാണ്, ഇതൊക്കെ ശരിയാണ്. അങ്ങനെ നീ തമാശ പറഞ്ഞു ചിരിച്ചു, ഇനിയും അത് ചെയ്യണം, തുടരണം. അത് ദാമ്പത്യ ജീവിതത്തിന്റെ ഏറ്റവും നല്ല ഒരു മേഖലയാണെന്ന് പ്രോത്സാഹിപ്പിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മകളെ ഫാത്തിമ, നീയും നിന്റെ ഭർത്താവും കൂടി തമാശ പറയുന്നതിനിടയിൽ എന്തെങ്കിലും ഒരു വാക്ക് തമാശയിൽ നിന്റെ ഭർത്താവിന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നത് നിന്റെ പക്കൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് അലിയാരെ കൊണ്ട് പൊരുത്തപ്പെടിപ്പിക്കാതെയാണ് നീ മരിച്ചിട്ട് നിന്റെ മയ്യത്ത് മസ്ജിദുൻ നബവിയിൽ കൊണ്ടുവന്നതെങ്കിൽ ഫലം ഉസല്ലി അലൈകി, ഫാത്തിമ, നിന്റെ പേരിൽ മയ്യത്ത് നിസ്കരിക്കാൻ എന്നെ കിട്ടൂല മകളെ. ഞാൻ നിനക്ക് മയ്യത്ത് നിസ്കരിക്കില്ല മകളെ. നിന്റെ ഭർത്താവിനോട് തമാശ പറയുന്നതിനിടയിൽ ഒരു വാക്കെങ്കിലും ആ ഭർത്താവിന്റെ മനസ്സിനെ വേദനപ്പെടുത്തുന്നത് നിന്നിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെടിപ്പിക്കാതെ മരിച്ചിട്ട് നിന്റെ മയ്യത്ത് കൊണ്ടുവന്നാൽ നിനക്ക് ഞാൻ മയ്യത്ത് നിസ്കരിക്കില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പുന്നാരമകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ഉപദേശിച്ചത് ലോകത്തുള്ള മുഴുവൻ പെണ്ണുങ്ങളോടുമുള്ള ഉപദേശമാണ്. ഉടനെ തന്നെ ഫാത്തിമ ബീവി ഓടി ചെന്നിട്ട് അലിയാരെ കാൽക്കൽ വീണിട്ട് പറയുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞ തമാശയിൽ അങ്ങയുടെ ഹൃദയത്തെ വേദനിപ്പിക്കാവുന്ന വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് മാപ്പ് ചെയ്തു തരണേ എന്ന് ഭർത്താവിനോട് ആവശ്യപ്പെടുന്നു. ഭർത്താവ് തിരിച്ച് ഇങ്ങോട്ട് പറയുന്നു, മകളെ ഫാത്തിമ, ഞാനാണ് നിന്നോട് മാപ്പ് ചോദിക്കാനുള്ളത്. നിന്റെ പൊക്കത്തിന് സ്വർണം പുരുഷധനമായി മഹറായിട്ട് കൊടുക്കാൻ വേണ്ടി പ്രമാണിമാരും പ്രഭുക്കന്മാരും മുതലാളിമാര് വന്ന് ചോദിച്ചിട്ടും അല്ലാഹുവിന്റെ റസൂല് കൊടുക്കാതെ ഫഖീറായ എനിക്കല്ലേ നിന്നെ കെട്ടിച്ചു തന്നത്. എന്റെ പക്കൽ നിന്ന് വല്ലതും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, നിനക്ക് ചെയ്തു തരേണ്ട ഹക്കുകളിൽ വല്ല വീഴ്ചയും വന്നിട്ടുണ്ടെങ്കിൽ നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം. അല്ലാഹുവിന്റെ റസൂല് അളവ് പഠിപ്പിച്ച നിന്നിൽ നിന്ന് ഒരു കുരുത്തക്കേട് വരുമോ മകളെ? ധീരശൂര പരാക്രമിയായ അലി റളിയല്ലാഹു അൻഹു, യുദ്ധക്കളത്തിൽ ഒരു സിംഹത്തെ പോലെ ഗർജിക്കുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഒരു ഭാര്യയുടെ കാൽക്കൽ വീണുകൊണ്ട് കരയുന്ന രംഗമാണ് അവിടെ കാണുന്നത്. രണ്ടുപേരും ചെയ്യേണ്ട ഹക്കടപാടുകൾ ചെയ്യുന്നതിൽ പടച്ചോരെ പേടിച്ചത് കൊണ്ടാണ് ഫാത്തിമ ബീവിക്ക് അലിയാരോട് മാപ്പ് ചോദിക്കുന്നതിന് വിഷമമില്ല. അത് കേൾക്കുമ്പോൾ അലിയാർ ഒരു പടി പൊങ്ങിയിട്ട് ഭാര്യയെ നിയന്ത്രിക്കാനും അടിക്കാനും ഒന്ന് വലുതാകാനും ഹീറോ ആകാനും അല്ല ശ്രമിക്കുന്നത്. അള്ളാന്റെ മുമ്പിലുള്ള കടമയുടെ കാഠിന്യം മനസ്സിലാക്കി തിരിച്ചും ആ ബഹുമാനവും ആ സ്നേഹവും ഇങ്ങോട്ട് കൊടുക്കുകയാണ്.
അപ്പോഴാണ് അവര് തമ്മിലുള്ള സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കി ആ ദാമ്പത്യ ജീവിതം എത്ര വലുതാണ്. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി വിട്ടുപിരിഞ്ഞപ്പോ അലി ഇബ്നു അബീ താലിബ് സങ്കടപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു ലികുല്ലി ഇജ്തിമാഇൻ മിൻ ഖലീലൈനി ഫുർഖതു വകുല്ലു അല്ലദീ ദൂനൽ ഫിറാഖി ഖലീലു. അനന്തമായ ആകാശത്തേക്ക് ഫാത്തിമ ബീവിയുടെ റൂഹ് പറന്നകന്നപ്പോൾ അലി റളിയല്ലാഹു അൻഹു സങ്കടം നിർത്തിയിട്ട് നിൽക്കാതെ അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് കൊണ്ടുണ്ടായ ഉഗ്രമായ മുറിവ് ഹൃദയത്തിൽ നിന്ന് വേർപിരിയുന്നതിന് മുൻപ് ഫാത്തിമ ബീവിയെ പിടിച്ച സങ്കടം അനിയന്ത്രിതമായി അത് നിയന്ത്രിക്കാൻ കഴിയാതെ സങ്കടപ്പെട്ടുകൊണ്ട് പാടിയ പാട്ടാണ്. ആ ദാമ്പത്യ ജീവിതം കണ്ടുപഠിച്ച് ആ സ്നേഹം പകർന്ന ജീവിതം നമ്മുടെ ദമ്പതിമാർ നിലനിർത്തണമെന്നൊരൊറ്റ വസിയത്ത് മാത്രം ഈ സന്ദർഭത്തിൽ എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും അല്ലാഹു തആല റമദാനിന്റെ പ്രത്യേക ബഹുമതി കൊണ്ട് അവരുടെ ഖബറിടം സ്വർഗ്ഗമാക്കി കൊടുത്ത് സ്വർഗ്ഗത്തിൽ അവന്റെ ഹബീബിന്റെ ജിവാറിൽ ഒരുമിച്ച് കൂട്ടി തങ്ങളുടെ മുറാഫഖത്തും അല്ലാഹുവിന്റെ ലിഖാഉം പടച്ചവനെ നീ ഞങ്ങൾക്ക് തരണം റഹ്മാനേ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.